ഏവർക്കും നമസ്കാരം, സ്വാഗതം. ഇന്ന് മഹാഭാരതം ആദിപർവം, ഏറ്റവും ശ്രേഷ്ഠമായ ഭാരതത്തിൻ്റെ സംസ്കാരം നിലനിർത്തുന്ന മഹത്തായ ഇതിഹാസം മഹാഭാരതം. അതിൽ വ്യാസോൽപ്പത്തിയെക്കുറിച്ച് തുടങ്ങുകയാണ്. നിങ്ങളേവരും കഥകൾ ശ്രവിക്കാൻ ശ്രമിക്കുമല്ലോ. മഹാഭാരത കർത്താവായ വേദവ്യാസൻ്റെ അച്ഛൻ പരാശരൻ എന്ന മഹാമുനിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജനനത്തെപ്പറ്റി ഇവിടെ പറയാം. വസിഷ്ഠ മഹർഷിയുടെ മൂത്ത പുത്രനായിരുന്നു ശക്തി. അദ്ദേഹം ഒരു തപോധനനായിരുന്നു. ശക്തി ഒരിക്കൽ കന്മാഷപാദൻ എന്ന രാജാവിനെ നീ മനുഷ്യമാംസം തിന്നുന്ന രാക്ഷസനായി തീരട്ടെ എന്ന് ശപിച്ചു. അത് അവസാനം ശക്തിക്ക് തന്നെ വിനയായി ഭവിച്ചു. വസിഷ്ഠനോട് ഒടുങ്ങാത്ത വിദ്വേഷമുള്ള ആളായിരുന്നു വിശ്വാമിത്ര മഹർഷി. അദ്ദേഹത്തിൻ്റെ പ്രേരണയ്ക്ക് വശംവദനായ കന്മഷപാദൻ ശക്തിയെ തന്നെ കൊന്നു തിന്നു. പിന്നീട് ശക്തിയുടെ സഹോദരന്മാരെയും വകവരുത്തി. അങ്ങനെ വസിഷ്ഠൻ തൻ്റെ പുത്രന്മാരെല്ലാം നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ജീവിതാശ നശിച്ചു. പല പ്രാവശ്യവും ആത്മഹത്യ ചെയ്യാൻ ഒരുമ്പെട്ടു. എന്നാൽ മഹാതപസിയും ബ്രഹ്മാവിൻ്റെ മാനസപുത്രനുമായ ആ മുനിശ്രേഷ്ഠൻ്റെ ആത്മാവ് ശരീരത്തിൽ നിന്ന് വിട്ടുപോയില്ല. ശക്തിയുടെ ഭാര്യയായിരുന്നു അതിർശ്രന്തി. പുത്രന്മാരുടെ മരണശേഷം ദുഃഖിതനായ വസിഷ്ഠൻ അതിർശ്രന്തിയോടൊപ്പം ആശ്രമത്തിൽ പാർത്തു വന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം അശരീരി പോലെ ആരോ വേദധ്യാനം ചെയ്യുന്ന ശബ്ദം അദ്ദേഹം കേട്ടു. ഈ ശബ്ദം എവിടെ നിന്നാണ് വരുന്നതെന്നറിയാൻ അദ്ദേഹം കാതോർത്തു. അപ്പോൾ അതിർശ്രന്തി പറഞ്ഞു, അച്ഛൻ ആശ്ചര്യപ്പെടേണ്ട, അങ്ങയുടെ പുത്രനായ ശക്തിയുടെ സന്താനം എൻ്റെ ഗർഭത്തിൽ സ്ഥിതി ചെയ്യുന്നു. ആ ശിശുവിൻ്റെ വേദധ്യാനമാണ് അങ്ങ് കേട്ടത്. വസിഷ്ഠൻ സന്തോഷിച്ചു. വംശവൃദ്ധിക്കായി ഒരു സന്താനമുണ്ടെന്ന് അദ്ദേഹത്തിന് ആശ്വാസമായി. അതിർശ്രന്തി ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. കുട്ടിക്ക് പരാശരൻ എന്നു പേരിട്ടു. പുത്രശോകം നിമിത്തം പരാസുവായ പ്രാണൻ പോയ വസിഷ്ഠനെ സംനയിപ്പിച്ചത്, അതായത് നിയന്ത്രിച്ചത് കൊണ്ടാണ് പരാശരൻ എന്നു പേര് നൽകിയത്. പരാശരൻ ജനന സമയത്ത് തന്നെ മഹാപണ്ഡിതനായിരുന്നു. ഋഗ്വേദത്തിലെ പല സൂക്തങ്ങളും പിൽക്കാലത്ത് അദ്ദേഹം രചിക്കുകയുണ്ടായി. അടുത്തത് മഹാഭാരതത്തിലെ ഒരു കഥാപാത്രമാണ് സത്യവതി. സത്യവതിയാണ് വേദവ്യാസൻ്റെ മാതാവ്. അവർ ഒരു മുക്കുവ പ്രമാണിയുടെ വളർത്തുപുത്രിയായി വളർന്നു വന്നതിനാൽ ഒരു മുക്കുവ സ്ത്രീയായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ആദ്രിക എന്നൊരു അപ്സര സ്ത്രീയുടെ മകളായിരുന്നു സത്യവതി. ഒരു ബ്രാഹ്മണൻ്റെ ശാപം കാരണമായി ആദ്രിക ഒരു മത്സ്യമായി തീർന്നു. മത്സ്യമായിരിക്കുമ്പോൾ അവൾ ഇരട്ട മത്സ്യക്കുഞ്ഞുങ്ങളെ പ്രസവിക്കുമെന്നും അപ്പോൾ ശാപമോശം ലഭിക്കുമെന്നും അവളെ ശപിച്ച ബ്രാഹ്മണൻ അവളോട് പറഞ്ഞിരുന്നു. അദ്രിക യമുനയിൽ മത്സ്യമായി വളർന്നു വരവേ ഗർഭിണിയായി. ഒരു മുക്കുവൻ വീശിയ വലയിൽ അവൾ അകപ്പെട്ടു. അസാമാന്യമായി വീർത്തിരിക്കുന്ന മത്സ്യത്തിൻ്റെ വയർ കീറിയപ്പോൾ അതിൽ 2 മനുഷ്യക്കുഞ്ഞുങ്ങളെയാണ് മുക്കുവൻ കണ്ടത്. ഒരാണും ഒരു പെണ്ണും. മത്സ്യത്തിൻ്റെ വയറ്റിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു. മുക്കുവൻ പരിഭ്രാന്തനായി. കുഞ്ഞുങ്ങളെ ഇരുവരെയും അവർ ചേതി രാജാവിൻ്റെ മുമ്പാകെ കാഴ്ചവെച്ചു. രാജാവിൻ്റെ മുമ്പാകെ കാഴ്ചവെക്കപ്പെട്ട കുഞ്ഞുങ്ങളിൽ ആണിനെ രാജാവ് സ്വീകരിച്ചു കൊട്ടാരത്തിൽ വളർത്തി. ആ കുട്ടി പിൽക്കാലത്ത് മത്സ്യരാജാവെന്ന പേരിൽ വളരെ പ്രശസ്തനായി. പെൺകുട്ടിയെ രാജാവ് മുക്കുവന് തന്നെ നൽകി. അവൻ അവളെ സ്വന്തം പുത്രിയെപ്പോലെ വളർത്തി. അവൾക്ക് അയാൾ കാളി എന്നു പേരിട്ടു. കാളിയുടെ ശരീരത്തിന് എപ്പോഴും മത്സ്യത്തിൻ്റെ ഗന്ധമുണ്ടായിരുന്നതുകൊണ്ട് അവൾ മത്സ്യഗന്ധ എന്ന പേരിലും അറിയപ്പെട്ടു. കാളി വളർന്ന് ലാവണ്യവതിയായ ഒരു യുവതിയായി. സൗന്ദര്യവും സുശീലവും അതുപോലെ അവൾ കളിയാടിയിരുന്നു. കാളിക്ക് സത്യവതി എന്ന് മറ്റൊരു പേരുകൂടി ഉണ്ടായിരുന്നു. അതാണ് വേദവ്യാസനിലേക്ക് കടക്കുന്നത്. മത്സ്യം പിടിക്കുന്നതിന് പുറമെ യമുന നദിയിൽ കടത്തുവഞ്ചികളിൽ ആളുകളെ കടത്തുന്ന ജോലി കൂടി മുക്കുവൻ ചെയ്തിരുന്നു. സത്യവതി വളർത്തച്ഛനെ ഈ കാര്യത്തിൽ സഹായിച്ചു പോന്നു. പല ദിക്കുകളിലും സഞ്ചരിച്ച് തീർത്ഥാടനം നടത്തുന്നതിനിടയിൽ ഒരു ദിവസം പരാശര മഹർഷി അതുവഴി വന്നു. അന്നേ ദിവസം തോണി കടത്തുന്ന ജോലി നിർവഹിച്ചിരുന്ന സത്യവതി ആയിരുന്നു. പരാശരൻ തോണിയിൽ കയറി സത്യവതി മറുകരയിലേക്ക് തോണി തുഴഞ്ഞു. സിദ്ധന്മാരുടെ മനസ്സിനെ പോലും ഇളക്കിമറിക്കാൻ കഴിയുന്ന ചേതോഹരണിയായ സത്യവതിയിൽ പരാശരൻ ആകൃഷ്ടനായി. ദിവ്യദൃഷ്ടി കൊണ്ട് അവൾ ഉപരിചരവാസു എന്ന രാജർഷിക്ക് അദ്രിക എന്ന അപ്സര സ്ത്രീയിൽ ഉണ്ടായ പുത്രിയാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ധീമാനും വിവേകിയുമായ ആ ഋഷീശ്വരൻ വേദവ്യാസന് ലോകത്തിനു സംഭാവന ചെയ്യാനുള്ള ഒരു ഉത്തമ ഉദാഹരണമായി സത്യവതിയെ കണ്ടു. വഞ്ചി നദിയുടെ മധ്യത്തിലെത്തിയപ്പോൾ വികാരവിവശനായ പരാശരൻ സത്യവതിയോട് പ്രണയാഭ്യർത്ഥന നടത്തി. അദ്ദേഹം പറഞ്ഞു, അല്ലയോ സുന്ദരി, നീ അടുത്തു വന്ന് എന്നെ ആലിംഗനം ചെയ്താലും. സത്യവതി ലജ്ജിച്ചു വിവശയായി.
അവൾ മഹർഷിയോട് ചോദിച്ചു, ഭഗവാനെ, അങ്ങ് എന്താണ് ഈ പറയുന്നത്? നദിയുടെ ഇരുകരകളിലും കുളിച്ചുകൊണ്ട് നിൽക്കുന്ന മുനിമാരെ അങ്ങ് കാണുന്നില്ലേ? അവരുടെ മുൻപിൽ വെച്ച് ഈ പട്ടാപ്പകൽ നാം ക്രീഡിച്ചാൽ അവർ കാണുകയില്ലേ? അത് വളരെ കുറച്ചിൽ തന്നെയല്ലേ? സത്യവതിയുടെ ചോദ്യങ്ങൾക്ക് മറുപടി എന്നോണം പരാശരൻ തൻ്റെ താപശക്തി കൊണ്ട് അവരുടെ ചുറ്റും ഇരുട്ടാകത്തവണ്ണം മൂടൽമഞ്ഞിൻ്റെ പടലമുയർത്തി ഒരു മറ സൃഷ്ടിച്ചു. ഇത് കണ്ടപ്പോൾ സത്യവതി വിസ്മയിച്ചുപോയി. അവൾക്ക് മഹർഷിയോട് ആദരവും അദ്ദേഹത്തിൻ്റെ തപസ്സ ശക്തിയിൽ അപാരമായ വിശ്വാസവും ഉണ്ടായി. അവൾ സ്നേഹാദരപൂർവ്വം പറഞ്ഞു, എൻ്റെ അച്ഛൻ്റെ സംരക്ഷണത്തിൽ വളരുന്ന ഞാൻ കന്യകയാണ്. എൻ്റെ കന്യാകത്വം നഷ്ടപ്പെട്ടാൽ ഞാൻ എങ്ങനെ എൻ്റെ പിതാവിൻ്റെ മുന്നിൽ പോകും? എന്നാൽ അങ്ങയുടെ കൽപ്പനയെ നിരസിക്കാനും എനിക്ക് കഴിയുന്നില്ല. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അങ്ങ് തന്നെ നിശ്ചയിച്ചാലും. പരാശരൻ അവളിൽ പ്രീതനായി. തൻ്റെ അഭിഷ്ടം നടപ്പാക്കി കൊടുത്താലും അവൾക്ക് കന്യാകത്വം നഷ്ടപ്പെടുകയില്ലെന്ന് അദ്ദേഹം സത്യം ചെയ്തു കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, നിനക്ക് ഇഷ്ടമുള്ള വരം എന്താണെന്ന് പറയുക, ഞാൻ അത് സാധിച്ചു തരാം. ഭഗവാനെ, എൻ്റെ ശരീരത്തിന് ഇപ്പോഴുള്ള മത്സ്യഗന്ധം മാറി ഞാൻ സുഗന്ധിയാകണം, സത്യവതി ആവശ്യപ്പെട്ടു. പരാശരൻ അവളുടെ അഭിഷ്ടസിദ്ധി കൈവരുത്തി കൊടുത്തു. അവളുടെ ശരീരത്തിൻ്റെ മത്സ്യഗന്ധം ഇല്ലാതായി. ശരീരത്തിൽ നിന്നും കസ്തൂരിയുടെ ഗന്ധം അവിടെയെല്ലാം വ്യാപിച്ചു. കസ്തൂരിയുടെ മണം അവിടെയെല്ലാം പുളകിതമായി. സത്യവതി വളരെയധികം ആഹ്ലാദിച്ചു. മഹർഷി നദീമധ്യത്തിൽ കൃത്രിമമായി ഒരു ദ്വീപ് നിർമ്മിച്ച് അദ്ദേഹവും സത്യവതിയും ദ്വീപിലിറങ്ങി. ആനന്ദവും ലഹരിയിൽ പ്രേമലീലകളിൽ ആറാടി. സത്യവതി ഗർഭിണിയായി. അപ്പോൾ പരാശരൻ അവളോട് പറഞ്ഞു, പ്രിയേ, നീ ഒട്ടും ഭയപ്പെടേണ്ട. ഈ ശിശുവിനെ പ്രസവിച്ചു കഴിഞ്ഞാലും നീ കന്യകയായി ഇട്ടിരിക്കും. വിഷ്ണുവിൻ്റെ അംശമായി, പരിശുദ്ധനായി, അദ്വൈതനായി, ലോക ആചാര്യനായി ഒരു പുത്രൻ നിനക്ക് ജനിക്കും. ഇപ്രകാരം അനുഗ്രഹിച്ചിട്ട് പരാശരൻ ദ്വീപിൽ നിന്നും മറഞ്ഞു. സത്യവതിയുടെ ഗർഭം ഉടൻ തന്നെ പൂർത്തിയായി. അവൾ ഒരു കുമാരനെ പ്രസവിച്ചു. കുഞ്ഞിൻ്റെ നിറം കൃഷ്ണ, അതായത് കറുപ്പ് വർണ്ണമായതുകൊണ്ട് അവന് കൃഷ്ണൻ എന്ന് പേരിട്ടു. ജനനം ഒരു ദ്വീപിൽ ആയിരുന്നാൽ ദ്വൈപായനൻ എന്ന് പേരുണ്ടായി. അങ്ങനാണ് വ്യാസമാമുനിക്ക് കൃഷ്ണദ്വൈപായനൻ എന്നൊരു പേര് കൂടെയുള്ളത്. ജനിച്ച ഉടനെ തന്നെ ആ ശിശു വളർന്ന് യോഗനിഷ്ഠയുള്ള ഒരാളായി മാറി. അമ്മ എന്നെപ്പറ്റി ചിന്തിച്ച് വിഷമിക്കേണ്ട. അമ്മ മടങ്ങിക്കൊള്ളുക. ഞാൻ തപസ്സിനായി പോവുകയാണ്. അമ്മയ്ക്ക് എപ്പോഴെങ്കിലും എന്നെ കാണണമെന്ന് തോന്നുമ്പോൾ എന്നെ സ്മരിച്ചാൽ മതി. ഞാൻ തൽക്ഷണം അമ്മയുടെ മുമ്പാകെ എത്തിക്കൊള്ളാം. അമ്മയ്ക്ക് മംഗളം നേർന്നുകൊണ്ട് കൃഷ്ണദ്വൈപായനൻ അവിടെ വിട്ടു. സത്യവതിക്ക് എല്ലാം ഒരു സ്വപ്നം പോലെയാണ് തോന്നിയത്. എങ്കിലും ഇക്കളിപ്പെടുത്തുന്ന 100 മധുരസ്മരണകൾ അവൾ ആ ദ്വീപിൽ നിന്ന് സ്വപ്നഗ്രഹങ്ങളിലേക്ക് മടങ്ങുകയായിരുന്നു. ജനന സമയത്ത് തന്നെ സ്വന്തം ഇഷ്ടം പോലെ വളർന്ന് യുവാവായ കൃഷ്ണദ്വൈപായനൻ മാതാവിനോട് യാത്ര പറഞ്ഞ് പിരിഞ്ഞതിനു ശേഷം വനാന്തരങ്ങളിൽ തപസ് ചെയ്തു. ശ്രേഷ്ഠന്മാരായ മഹർഷിന്മാരിൽ നിന്ന് വേദങ്ങളും ശാസ്ത്രങ്ങളും അഭ്യസിച്ചു. അതിനുശേഷം ഹിമാലയത്തിൻ്റെ സാനുക്കളിൽ കൂടി ഒഴുകുന്ന സരസ്വതി എന്ന നദീതീരത്തുള്ള ശ്യാമപ്രസം എന്ന സ്ഥലത്ത് ഒരു പുണ്യാശ്രമം ചമച്ച് അവിടെ താമസമാക്കി. വേദങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ ഈ കൂട്ടത്തിൽ അത് പറയുക തന്നെ വേണം. നമ്മൾ കഥ പറയുമ്പോൾ അതും ഇടയ്ക്ക് വരണമല്ലോ. വേദങ്ങൾ ബ്രഹ്മദേവൻ ഹിരണ്യ ഗർഭനാണ്. സ്വർണ്ണമയമായി ഇരിക്കുന്ന ബ്രഹ്മാണ്ടത്തിനു ഗർഭസ്ഥാനമുള്ളവൻ എന്നർത്ഥം. അദ്ദേഹം മറ്റാളുടെ പുത്രനായി പിറന്നതല്ല, സ്വയംഭൂവാണ്. അദ്ദേഹത്തിന് 4 മുഖങ്ങളാണുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തെ ചതുർമുഖൻ എന്ന് വിളിക്കുന്നു. ഈ 4 മുഖങ്ങളിൽ കൂടി 4 സ്വരൂപത്തിൽ നിർഗമിച്ചാണ് ആദിയും അവസാനവുമില്ലാത്ത അനാദിയായ വേദങ്ങൾ. ലോകത്തിൽ അറിയപ്പെടുന്ന ഏറ്റവും പഴക്കം ചെന്ന സാഹിത്യ രൂപവും വേദങ്ങളാണ്. ഒരു മതഗ്രന്ഥമെന്ന നിലയിലും പുരാതന ആര്യന്മാരുടെ മനോഭാവങ്ങളുടെയും സാമുദായിക സ്ഥിതികളുടെയും പ്രതിഫലിക്കുന്ന ചരിത്രഗ്രന്ഥമെന്ന നിലയിലും വേദങ്ങൾക്ക് സ്ഥാനമുണ്ട്. പിന്നെ ഉപനിഷത്തുകളുണ്ട്, പഞ്ചമവേദമുണ്ട്, വ്യാസനു സഹായി ഗണപതി എന്ന് പറയുന്ന കഥകളിലേക്ക് നമുക്ക് കടക്കാം. വ്യാസന്റെ മുത്തച്ഛനായ വസിഷ്ഠൻ ബ്രഹ്മാവിൻ്റെ ഇച്ഛാശക്തിയിൽ ജാതനായ മാനസപുത്രനാണ്. വ്യാസൻ പ്രാപിതമകനായ ബ്രഹ്മാവിനെ ധ്യാനിച്ച് ബ്രഹ്മാവ് വ്യാസന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അത്ഭുതത്തോടും ആഹ്ലാദത്തോടും കൂടി വ്യാസൻ ബ്രഹ്മാവിനെ സ്വീകരിച്ചു. പീഠത്തിൽ ഉപവിഷ്ടനായ ബ്രഹ്മാവ് വ്യാസനെ വാത്സല്യപൂർവ്വം തൻ്റെ അരികിലിരുത്തി. വ്യാസൻ അന്യോധനായി വിരിഞ്ചനോട് പറഞ്ഞു, പിതാമഹ, ഞാനൊരു കാവ്യം രചിച്ചിട്ടുണ്ട്. ബൃഹത്തായ അത് ബുധന്മാർ പൂജിക്കുമെന്ന് വിശ്വസിക്കുന്നു. വേദരഹസ്യങ്ങൾ, മറ്റു ശാസ്ത്രങ്ങൾ, ഉപനിഷത്തുകൾ, ഇതിഹാസ പുരാണങ്ങൾ, സദാന ധർമ്മങ്ങൾ കലരുന്ന ആശ്രമങ്ങളുടെ ലക്ഷണം, ബ്രഹ്മചര്യം, തപസ്,
ഭൂമി, ചന്ദ്രൻ, സൂര്യൻ, നക്ഷത്രങ്ങൾ എന്നിവയുടെ കീർത്തി, ആധ്യാത്മവിധി, നായക ശിക്ഷാവിധികൾ, തീർത്ഥാടനങ്ങൾ, പുണ്യദേശങ്ങൾ, നദി, ശൈലം, വനം, സാഗരം, പുരം എന്നിവയെക്കുറിച്ചുള്ള വർണ്ണനകൾ തുടങ്ങി പലതും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇതെല്ലാം എൻ്റെ മനസ്സ് സങ്കല്പിച്ച് വെച്ചിരിക്കുന്നതേയുള്ളൂ. ഇത് എഴുതിയെടുക്കാൻ കഴിവുള്ള ഒരാളെ ലോകത്തിൽ കണ്ടുകിട്ടുമില്ല. ബ്രഹ്മാവ് സന്തുഷ്ടനായി പറഞ്ഞു, ഭഗവാൻ ശ്രേഷ്ഠനായ മഹർഷിയാണ്. ജന്മം മുതൽ യോഗി വര്യനായി ശോഭിക്കുന്ന ഭഗവാന്റെ വാക്കിന് സത്യമുണ്ട്. അങ്ങ് വിഭാവനം ചെയ്തിട്ടുള്ള കാവ്യത്തെക്കാൾ മെച്ചപ്പെട്ട ഒരു കാവ്യവും നിർമ്മിക്കാൻ ഈ ഭൂമിയിലുള്ള ഒരു കവീന്ദ്രനും സാധ്യമതല്ല. അങ്ങ് വിഘ്നേശ്വരൻ്റെ സഹായം തേടുക. ബ്രഹ്മദേവൻ വ്യാസനെ അനുഗ്രഹിച്ചിട്ട് അപ്രത്യക്ഷനായി. വ്യാസൻ ഉടൻ തന്നെ ഗണപതിയെ ധനിച്ച് ഭക്തപരനായ ഏകാദന്തൻ വ്യാസമഹർഷിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. മഹർഷി അദ്ദേഹത്തെ താണുവണങ്ങി ഉപചാരപൂർവം പീഠം നൽകി. ഗണനായകൻ ഉപവിഷ്ടനായി. വ്യാസൻ പറഞ്ഞു, മഹാഭാരതം എന്ന പേരിൽ ഒരു മഹാകാവ്യം എൻ്റെ മനസ്സിൽ തീർത്തു വെച്ചിട്ടുണ്ട്. ഞാൻ അത് ചൊല്ലിത്തരാം. ഭഗവാൻ അത് എഴുതിയെടുത്ത് തരണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. വിഘ്നേശ്വരൻ സമ്മതിച്ചു. അദ്ദേഹം പറഞ്ഞു, ശരി, എന്നാലൊരു വ്യവസ്ഥയുണ്ട്. എഴുത്താണിക്ക് വിശ്രമമില്ലാതെ എഴുതത്തവണ്ണം തുടർച്ചയായി ശ്ലോകങ്ങൾ ചൊല്ലിത്തരണം. ഇടയ്ക്ക് ചൊല്ലൽ നിർത്തുകയാണെങ്കിൽ ഞാൻ എഴുത്തും നിർത്തും, പിന്നെ എഴുതുകയുമില്ല. ധീമാനായ വ്യാസൻ ഒരു നിമിഷം ആലോചിച്ചു. ഗണപതി ഭഗവാന്റെ വ്യവസ്ഥ അംഗീകരിച്ചു. പക്ഷെ ഗണപതി പാലിക്കേണ്ട ഒരു വ്യവസ്ഥ തനിക്കും പറയാനുണ്ടെന്ന് അദ്ദേഹം ഗണപതിയെ അറിയിച്ചു. എന്താണ് താൻ പാലിക്കേണ്ട വ്യവസ്ഥയെന്ന് ഗണപതി ജിജ്ഞാസയോട് വ്യാസഭഗവാനോട് ചോദിച്ചു. ഞാൻ ചൊല്ലിത്തരുന്ന ശ്ലോകങ്ങളുടെ അർത്ഥം മനസ്സിലാക്കിയിട്ട് വേണം അങ്ങ് എഴുതിയെടുക്കേണ്ടത്. അർത്ഥം ഗ്രഹിക്കാതെ എഴുതരുത്. ഗണപതി ഹൃദ്യമായിട്ട് ചിരിച്ചപ്പോൾ കുടപേർ നല്ലതുപോലെ കുലുങ്ങി. വ്യാസന്റെ ഇംഗിതം മനസ്സിലാക്കി അദ്ദേഹം മനസ്സാ ശ്ലാഘിച്ചു. വ്യാസന്റെ വ്യവസ്ഥ അംഗീകരിച്ച് തൻ ശ്ലോകങ്ങൾ എഴുതി കൊടുക്കാമെന്ന് സമ്മതിച്ചു. വ്യാസൻ ശ്ലോകങ്ങൾ ചൊല്ലിക്കൊടുക്കുവാനും ഗണപതി എഴുതി കൊടുക്കുവാനും തുടങ്ങി. കുടത്തിൽ നിന്നുള്ള ജലപ്രഭാവം കണക്കി വ്യാസൻ ശ്ലോകങ്ങൾ ചൊല്ലി. വരണ്ട ഭൂമിയിൽ വെള്ളം വലിച്ചെടുക്കുന്ന വേഗത്തിൽ ശ്ലോകങ്ങൾ ഗണപതി എഴുത്താണിയിൽ ഓലയിലേക്ക് പകർത്തി. ഇടയ്ക്കിടയ്ക്ക് ദുർഗ്രാഹ്യമായ ശ്ലോകങ്ങൾ വ്യാസം ചൊല്ലിക്കൊടുക്കുമായിരുന്നു. അതിൻ്റെ അർത്ഥം ഗ്രഹിക്കാൻ നിമിഷ നേരത്തേക്ക് എഴുത്തു നിർത്തി ഗണപതി ആലോചന നിമഗ്നാകും. ആ തക്ക നോക്കി അടുത്ത ചൊല്ലിക്കൊടുക്കേണ്ട അനേകം ശ്ലോകങ്ങൾ വ്യാസൻ മനസ്സിൽ വാർത്തെടുക്കും. മഹാഭാരതത്തിൽ കാണുന്ന ഗൂഢാർത്ഥ ബന്ധത്തോടുകൂടിയ ശ്ലോകങ്ങൾ ഇപ്രകാരം ഗണപതിയുടെ ദുരിതഗതിയിലുള്ള എഴുത്തിനെ നിയന്ത്രിക്കാനായി വ്യാസൻ ചമച്ചിട്ടുള്ളതാകുന്നു. 1,00,000 ശ്ലോകങ്ങളാണ് വ്യാസൻ ചൊല്ലിക്കൊടുത്തത്. 3 വർഷം കൊണ്ടാണ് മഹാഭാരതം രചിച്ചത് എന്ന് പറയപ്പെടുന്നത് തന്നെ ഒരു മഹാ അത്ഭുതം തന്നെയാണ്. മഹാഭാരതത്തിൽ അനന്തമായ സവിശേഷതകളുണ്ട്. പർവമെന്ന് പേരോടുകൂടിയ 18 ഭാഗങ്ങളുടെ സമാഹാരമാണ് മഹാഭാരതം. 2109 അധ്യായങ്ങളും 1,00,000 ശ്ലോകങ്ങളുള്ള മഹാഭാരതത്തിൽ 20 ഗദ്യവിഭാഗങ്ങളുണ്ട്. സിദ്ധന്മാർ പ്രവചിച്ചിട്ടുള്ള ഉപാഖ്യാനങ്ങളാണ് ഈ ഗദ്യവിഭാഗം. ആധ്യാത്മിക പ്രവാഹം ഈ ഗ്രന്ഥങ്ങളിൽ ഉടനീളം കാണാമെങ്കിലും ഇതിലെ വസ്തുക്കളെല്ലാം മനുഷ്യന്മാരോടും മറ്റു ജീവജാലങ്ങളോടും പരമാവധി ബന്ധപ്പെട്ടതാണ്. അസന്നിഗ്ധമായ പല തെളിവുകളുടെയും മഹാഭാരതത്തിൽ തന്നെയുള്ള പരാമർശങ്ങളുടെയും വെളിച്ചത്തിൽ മഹാഭാരതം രചിച്ചത് BC 3000-നും 3050-നും ഇടയ്ക്കാണെന്ന് നിർണയിച്ചിട്ടുള്ളത്. വ്യാസൻ 5000-ഓളം വർഷം മുമ്പ് വിവരിച്ചിട്ടുള്ള വസ്തുതകൾ ആനുകാലിക സംഭവങ്ങളിൽ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയുന്നു. മഹാഭാരതത്തിലെ പ്രതിപാദ്യ വിഷയങ്ങൾക്ക് മിക്കവതും ഇന്നത്തെ പരിസ്ഥിതിയോടും സംഭവ ബന്ധത്തോടും താതാമ്യം പ്രവചിച്ചിരിക്കുന്നു. മഹാഭാരതത്തിൽ വിവരിക്കുന്ന മനുഷ്യരുടെ സ്വഭാവ വൈകൃതങ്ങളും കുത്തിത്തിരിപ്പുകളും അധികാരത്തിനു വേണ്ടിയുള്ള വടംവലിയും പോരാട്ടം, കുൽസിത പ്രവർത്തികളും അധാർമിക പ്രവർത്തനങ്ങളും മറ്റും ഇന്നത്തെ അധികാര ദുർമോഹികളായ മനുഷ്യരിൽ അന്നത്തേതുപോലെ തന്നെ കാണുവാൻ കഴിയും. അതേസമയം മഹാഭാരതത്തിൽ ഉയർത്തിക്കാട്ടുന്ന സത്യവും ധർമ്മവും നീതിയും ഉൾക്കൊണ്ട് ജീവിക്കുന്നവരെ വിരളമായി മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. മഹാഭാരതത്തെ അനശ്വരമാക്കി തീർക്കാൻ ഭീഷ്മപർവ്വതങ്ങളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭഗവത്ഗീത ഒന്ന് മാത്രം മതിയെന്നാണ് കരുതുന്നത്. ഭഗവത്ഗീതയിലെ പോലെ ലോക ശ്രദ്ധ ആകർഷിച്ചിട്ടുള്ള ആശയങ്ങൾ വിശ്വസാഹിത്യവേദിയിൽ വേറെ ഒന്നും തന്നെയുള്ള. യതി ഹസ്തി തതന്യത്ര എന്നാ ഹസ്തിനാത് ഖോജിതി എന്ന് വെച്ചാൽ ഇതിലുള്ളത് മറ്റു പലതിലും കണ്ടില്ലെന്നേക്കാം. എന്നാൽ ഇതിലെല്ലാത്തിലും മറ്റൊരിടത്തും കാണുകയുമില്ല. ഇത് വ്യാസൻ നടത്തുന്ന ആത്മപ്രശംസയല്ല, ഇതിൽ അതിശോക്തിയുമില്ല. മഹാഭാരതത്തിൽ ഔന്നിത്യം വിളിച്ചോതാൻ വ്യാസന്റെ വാക്കുകളേക്കാൾ കൂടുതൽ എന്താണ് വേണ്ടത്? ദുഷ്യന്തനും ശകുന്തളയുമാണ് അടുത്ത കഥയിലേക്ക് കടക്കുമ്പോൾ. ചന്ദ്രവംശത്തിലെ അതിപ്രശസ്തമായ ഒരു രാജാവായിരുന്നു ദുഷ്യന്തൻ. അസൂയാർഹമായ വിധത്തിൽ അദ്ദേഹം രാജ്യഭാരം നടത്തി. ശത്രുക്കളെ സംഹരിക്കുന്നതിൽ യാതൊരു ദാക്ഷിണ്യവുമില്ലായിരുന്നു അദ്ദേഹം.
ആഴി പോലെ കലങ്ങാത്തതെയും ഊഴി പോലെ സഹിപ്പാനും എന്നായിരുന്നു അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിരുന്നത്. തൻ്റെ രാജ്യത്തിൻ്റെ അതിർത്തികളിൽ അദ്ദേഹം സമുദ്രം വരെ വ്യാപിപ്പിച്ചു. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ആണ് സമ്പൽ സമൃദ്ധിയോട് അദ്ദേഹത്തിൻ്റെ രാജഭരണത്തിൽ ജീവിച്ചു വരുന്നു. ചോരഭയമോ രോഗഭയമോ അന്നുണ്ടായിരുന്നില്ല. എല്ലാവരും അവരവരുടെ ധർമ്മങ്ങൾ യഥാവധി പാലിച്ചു ജീവിച്ചു. പ്രകൃതി അകമഴിഞ്ഞു കനിയുകയാൽ ഋതുക്കൾ കാലകാലങ്ങളിൽ വരികയും പോവുകയും ചെയ്തു. ഭൂമി സമ്പൽ സമൃദ്ധമായി. ദുഷ്യന്തൻ മഹാശക്തനായിരുന്നു. ധനുർവിദ്യയിൽ അതിനിപുണനായിരുന്നു. കുതിരപ്പുറത്തും ആനപ്പുറത്തും നിന്ന് യുദ്ധം ചെയ്യാനുള്ള കഴിവ് അദ്ദേഹത്തിന് ഒരുപോലെ ഉണ്ടായിരുന്നു. പ്രജകൾ അദ്ദേഹത്തെ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്തു. ഒരിക്കൽ ദുഷ്യന്തൻ തൻ്റെ ചതുരംഗപ്പടയോടുകൂടി നായാട്ടിന് പോയി. വനത്തിൽ പ്രവേശിച്ച് മൃഗങ്ങളെ വേട്ടയാടി. ദുഷ്ടമൃഗങ്ങളെ കുറേയൊക്കെ ചത്തൊടുക്കി. ശേഷിച്ചവ ഓടിയൊളിച്ചു. ദുഷ്യന്തൻ പിന്നെയും കാട്ടിൽ കൂടി യാത്ര ചെയ്ത് മാലിനി നദിയുടെ തീരത്തെത്തി. അവിടെ ഒരു ആശ്രമം കണ്ടു. അത് കണ്ണു ആശ്രമമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. കണ്ണുവിനെ കണ്ടു വന്നിക്കണമെന്ന് അദ്ദേഹത്തെ മോഹമുദിച്ചു. സൈന്യങ്ങളെ വനത്തിൽ നിർത്തിയിട്ട് ദുഷ്യന്തൻ ഒറ്റയ്ക്ക് വിശാലമായ ആശ്രമ വളപ്പിലേക്ക് കടന്നു. മനോഹരമായ പ്രദേശമായിരുന്നു അത്. പക്ഷികളുടെ കളകൂജനവും വണ്ടുകളുടെ മുരളിച്ചയും അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ രാഗവീജികൾ സൃഷ്ടിച്ചു. അവിടെ ഒരു ഭാഗത്ത് വേദധ്യായികൾ പദക്രമത്തോടെ ഋതുക്കൾ ഉച്ചരിക്കുന്നുണ്ടായിരുന്നു. മറ്റൊരിടത്ത് യാഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. വേറെയൊരിടത്ത് ഋഷികൾ വേദസംഹിത ചൊല്ലുന്നുണ്ടായിരുന്നു. ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്തപ്പോൾ ബ്രഹ്മലോകത്തെത്തിയ പ്രതീതിയാണ് രാജാവിനുണ്ടായത്. തൻ്റെ സാന്നിധ്യം കൊണ്ട് ആരെയും അവരുടെ പ്രവൃത്തി ശല്യപ്പെടുത്താൻ അദ്ദേഹം ഇഷ്ടപ്പെട്ടില്ല. അവിടെ നിന്ന് അദ്ദേഹം സാവധാനം നടന്ന് ഒഴിഞ്ഞുകിടന്ന ഒരു പർണശാലയെത്തി. അവിടെ പുറത്ത് ആരെയും കണ്ടില്ല. അദ്ദേഹം വിളിച്ചു ചോദിച്ചു, ഇവിടെ ആരുമില്ലേ? രാജാവിൻ്റെ ചോദ്യം കേട്ട് ചേതോമോഹിനിയായ ഒരു യുവതി അകത്തുനിന്നിറങ്ങി വന്നു. മരമുരി കൊണ്ട് മാറും അരയും മറച്ചിരുന്ന അവൾ ഒരു താപസകുമാരിയുടെ വേഷത്തിലായിരുന്നു. കരിമീൻ മിഴിയായ അവൾ മഹാലക്ഷ്മി പോലെ മനോഹരിണിയായിരുന്നു. രാജാവിന് സ്വാഗതം പറഞ്ഞുകൊണ്ട് അവൾ അദ്ദേഹത്തെ ഉപചരിച്ച് ഇരിപ്പിടം നൽകി. അർഘ്യപ്രാധ്യാദികൾ കൊണ്ട് പൂജിച്ചു. തപസ്സിനി മധുരമായി പറഞ്ഞു, പ്രഭു, ഈയുള്ളവൾ എന്താണ് ചെയ്യേണ്ടത്? സുന്ദരിയായ അവളുടെ കളമൊഴി രാജാവിൻ്റെ ഹൃദയത്തിൽ പീയൂഷം പകർന്നു. അദ്ദേഹം അല്പനേരം ഇമ്മപൂട്ടാതെ ആ സുന്ദര ഗാത്രത്തിൽ തന്നെ നോക്കിയിരുന്നു. പരിസരബോധമുണ്ടായപ്പോൾ രാജാവ് പറഞ്ഞു, ഭദ്രി, ഞാൻ ദുഷ്യന്ത മഹാരാജാവാണ്. കണ്ണ മഹർഷിയെ കണ്ടു വന്ദിക്കുവാൻ വന്നു. മഹർഷി എവിടെ പോയിരിക്കുന്നു? കന്യക മന്ദഹാസത്തോട് പറഞ്ഞു, അച്ഛൻ ഫലമൂലങ്ങൾ ശേഖരിക്കാൻ പോയിരിക്കാണ്, ഉടനെ വരും, കണ്ടിട്ട് പോകാം. ആ മഞ്ജുളാംഗിയുടെ ആകാര സുഷമയിൽ ആകൃഷ്ണനായ ദുഷ്യന്തന് അവിടം വിട്ടുപോകാൻ അശേഷം ധൃതിയിലായിരുന്നു. അദ്ദേഹം ആ ലളിതാംഗിയിൽ ലീലനായി കഴിഞ്ഞിരുന്നു. രാജാവ് അവളോട് ചോദിച്ചു, അല്ലയോ യുവതീ രക്തമേ, നീ ആരാണ്? നിന്റെ ലാവണ്യം എൻ്റെ ഹൃദയത്തെ മതിക്കുന്നു. പ്രഥമ വീക്ഷണത്തിൽ തന്നെ നീ എൻ്റെ ഹൃദയം കവർന്നിരിക്കുന്നു. നീ ആരെന്നറിയാൻ എനിക്ക് അത്യാധികമായ ആഗ്രഹമുണ്ട്. ദുഷ്യൻ്റെ വശ്യമായ ആകാരവും മനോഹരമായ വാക്കുകളും കന്യയ്ക്ക് ഇമ്പം നൽകുന്നവയായിരുന്നു. അവൾ സുസ്മേരവദനയായി പറഞ്ഞു, അല്ലയോ മഹാരാജാവേ, ഞാൻ കണ്ണമുനിയുടെ കന്യകയാണെന്നറിഞ്ഞാലും. ദുഷ്യന്തൻ ഇത് കേട്ടപ്പോൾ ആശ്ചര്യത്താൽ ആകൃഷ്ടനായി. അവൾ പറഞ്ഞത് അദ്ദേഹത്തിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ജിജ്ഞാസയോട് ചോദിച്ചു, എന്ത്? സർവാംഗ പരിത്യാഗിയായ കണ്ണന് ഒരു കന്യകയോ? നീ എങ്ങനെയാണ് മുനീശ്വരൻ്റെ പുത്രിയായത്? ശകുന്തള തൻ്റെ കഥ പറഞ്ഞു. തൻ്റെ മുന്നിലിരിക്കുന്ന യുവാവും ദൃഢഗാത്രനുമായ രാജാവിനെ സാഗൂതം നോക്കിക്കൊണ്ട് കണ്വാപുത്രി അവളുടെ കഥ പറയാൻ തുടങ്ങി. പ്രിയപ്പെട്ട രാജാവേ, കണ്വ മഹർഷി ഒരിക്കൽ എന്നെപ്പറ്റി മറ്റൊരു മുനിയോട് പറയുന്നത് ഞാൻ കേൾക്കാനിടയായി. അങ്ങനെ കേട്ട കഥയാണ് ഞാൻ അങ്ങയോട് പറയുന്നത്. പണ്ട് രാജമഹർഷിയായ വിശ്വാമിത്രൻ കഠിനമായി തപസ് ചെയ്തു. ഇതറിഞ്ഞ ദേവേന്ദ്രൻ വിശ്വാമിത്രനിൽ അസൂയാലുവായി. അദ്ദേഹത്തിൻ്റെ തപസ് പൂർത്തീകരിച്ചാൽ തൻ്റെ ഇന്ദ്രപട്ടം തെറിച്ചു പോകുമെന്ന് ഇന്ദ്രൻ ഭയപ്പെട്ടു. ഇങ്ങനെ തപസ് മുടക്കാൻ തീരുമാനിച്ചു. ഇന്ദ്രൻ മേനകയെ തൻ്റെ മുമ്പാകെ വരുത്തി പറഞ്ഞു, അല്ലയോ മേനകെ, നീ അപ്സരസുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠയാണ്. നീ എനിക്ക് ഒരു സഹായം ചെയ്യണം. തേജസ്വിയായ വിശ്വാമിത്രൻ ഉഗ്രമായി തപസ് ചെയ്യുന്നു. തന്മൂലം ഞാൻ അസ്വസ്ഥനാണ്. അയാൾ എൻ്റെ സ്ഥാനം തട്ടിയെടുക്കുന്നതിന് വേണ്ടിയാണ് ഇപ്രകാരം തപസ് ചെയ്യുന്നത്. നീ പോയി അയാളുടെ തപസ്സിന് വിഘ്നമുണ്ടാക്കണം. വിശ്വവശ്യായ നിന്റെ രൂപവും യൗവനവും പുഞ്ചിരിയും ഭാഷണങ്ങളും കൊണ്ട് നിനക്കതിന് സാധിക്കും. ദേവേന്ദ്രൻ്റെ നിർദ്ദേശം കേട്ടപ്പോൾ മേനക ഭീതിതയായി. വിശ്വാമിത്രൻ്റെ തപോബലത്തെപ്പറ്റി അവൾക്ക് നല്ലതുപോലെ അറിയാമായിരുന്നു. അവൾ ഇന്ദ്രനോട് പറഞ്ഞു, പ്രഭു, അങ്ങ് എന്താണ് ഈ പറയുന്നത്? അങ്ങ് പോലും അദ്ദേഹത്തെ ഭയപ്പെടുന്നു. ആ നിലയ്ക്ക് കേവലം ഒരു അപ്സരസായ ഞാൻ എങ്ങനെ ധൈര്യമായി അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി അങ്ങയുടെ നിർദ്ദേശം പാലിക്കും? മഹാമുനിയായ വസിഷ്ഠൻ്റെ പുത്രന്മാരെല്ലാം അദ്ദേഹം നശിപ്പിച്ചില്ലേ? ക്ഷത്രിയനായി ജനിച്ചിട്ടും തപോബലം കൊണ്ട് ബ്രാഹ്മണ്യം നേടിയവനല്ലേ ആ വിശ്വാമിത്രൻ? ത്രിശങ്കുവിന് വേണ്ടി പ്രത്യേകം ഒരു സ്വർഗം സൃഷ്ടിക്കാൻ കഴിഞ്ഞ കരുത്തനല്ലേ അദ്ദേഹം? കോപിച്ചാൽ ഞാൻ ആ ഗോപാഗ്നിയിൽ ദഹിച്ചു പോകും.
എങ്കിലും ഭഗവാന്റെ ആജ്ഞ നിറവേറ്റാതിരിക്കാൻ എനിക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് എന്നെ സഹായിക്കാൻ വായു ഭഗവാനെയും കാമദേവനെയും കൂടി എന്നോടൊപ്പം അയക്കുക. ഞാൻ നൃത്തം ചെയ്യുമ്പോൾ അനിലൻ എൻ്റെ വസ്ത്രങ്ങൾക്ക് സ്ഥാനഭ്രംശം ഉണ്ടാക്കട്ടെ. പുഷ്പബാണൻ കാമശരങ്ങളെയ്ത് വിശ്വാമിത്രൻ്റെ ഹൃദയത്തിൽ കാമാഗ്നി ജ്വലിപ്പിക്കട്ടെ. ഇന്ദ്രൻ സമ്മതിച്ചു. വായു ഭഗവാനും കാമദേവനും മേനകയെ അനുഗമിച്ചു. കണ്ണുകൾ പൂട്ടി സമാധിയിലിരിക്കുന്ന വിശ്വാമിത്രൻ്റെ മുന്നിൽ മേനക വന്നു നിന്നു. അതിനു മുമ്പ് തന്നെ സുഗന്ധവാഹിയായ മന്ദമാരുതൻ ആ പ്രദേശം മുഴുവൻ പരിമളം പരത്തിയിരുന്നു. മേനക വിശ്വാമിത്രനെ വന്നിച്ച് നൃത്തം ആരംഭിച്ചു. മാരുതൻ തക്ക സമയത്ത് അദ്ദേഹത്തിൻ്റെ ജോലി നിർവഹിച്ചു. കാറ്റിൽ ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുന്ന വസ്ത്രങ്ങൾ അവളുടെ ശരീരത്തിൽ നിന്ന് വഴുതി വീണു. അതെടുക്കാനായി അവൾ കുനിഞ്ഞു. ആ തക്കം നോക്കി പൂവമ്പൻ കാമവാണങ്ങൾ എയ്തു. അത് ഹൃദയങ്ങളിൽ തറച്ച് വിശ്വാമിത്രൻ പൂട്ടിയിരുന്ന കണ്ണുകൾ തുറന്നു. തൻ്റെ മുമ്പിൽ ദേവാംഗനായ ഒരു തരുണി മിക്കവാറും നഗ്നയായി നിൽക്കുന്നു. വിശ്വാമിത്രൻ്റെ നോട്ടം കണ്ട് മേനക ലജ്ജിച്ചു തലകുനിച്ചു. മഹർഷി അവളെ മാടി വിളിച്ചു. അനുസരണയുള്ള ഒരു മാൻപേടെ പോലെ അവൾ അദ്ദേഹത്തിൻ്റെ ചാരത്തെത്തി. അദ്ദേഹം അവളെ പുണർന്നു. വിശ്വാമിത്രനും മേനകയും കൂടി അനേക വർഷം കേളികളോടുകൂടി കഴിച്ചുകൂട്ടി. മേനകയ്ക്ക് ഒരു കുട്ടി ജനിച്ചു. അപ്പോഴും നഷ്ടപ്പെട്ടു പോയ തൻ്റെ തപശക്തിയെപ്പറ്റി വിശ്വാമിത്രൻ ബോധവാനായി. അദ്ദേഹം മേനകയെ വിട്ടിട്ട് വീണ്ടും തപസ്സിന് പോയി. മേനക തൻ്റെ കുഞ്ഞിനെ മാലിനി തീരത്തുപേക്ഷിച്ചിട്ട് ദേവലോകത്തേക്കും പോയി. ആ കുഞ്ഞിനെ ശകുന്തങ്ങൾ അതായത് പക്ഷികൾ പരിപാലിച്ചു വളർത്തി. തീറ്റ കൊണ്ടു കൊടുത്ത് അതിനെ പോറ്റി. അങ്ങനെയിരിക്കുമ്പോൾ ഒരു ദിവസം കണ്ണ മഹർഷി അതുവഴി വരികയും കുഞ്ഞിനെ കാണുകയും അതിനെ ആശ്രമത്തിലേക്ക് കൊണ്ടുവന്ന് വളർത്തുകയും ചെയ്തു. ശകുന്തളങ്ങൾ വളർത്തിയത് കൊണ്ട് ആ കുഞ്ഞിന് അദ്ദേഹം ശകുന്തള എന്ന് പേരിട്ടു. ഇതാണ് എൻ്റെ കഥ. ഇപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും കണ്ണ മഹർഷിയാണ്. ഞാൻ അദ്ദേഹത്തിന് മകളും. അദ്ദേഹം എൻ്റെ അച്ഛനുമാണ്. ദുഷ്യന്തൻ അതീവ സന്തുഷ്ടനായി. തൻ്റെ മുമ്പിൽ നിൽക്കുന്നത് താപസകുമാരിയല്ലെന്നും രാജപുത്രിയാണെന്നും അറിഞ്ഞപ്പോൾ അവളെ വേൾക്കണമെന്ന ഉൾക്കടമായ അഭിലാഷം അദ്ദേഹത്തിനുണ്ടായി. അദ്ദേഹം പറഞ്ഞു, അല്ലയോ യുവതീ രക്തമേ, എനിക്ക് നിന്നോടുള്ള അഭിനിവേശം നിയന്ത്രണാതീതമാണ്. ഞാൻ ഭവതിയെ എൻ്റെ ധർമാചരണങ്ങളാക്കുന്നതിന് ആഗ്രഹിക്കുന്നു. അതിന് അനുമതി നൽകണമെന്ന് ഹൃദയസംഗമമായി ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ശകുന്തള പ്രതിഭയിച്ചു. അച്ഛൻ ഉടനെ മടങ്ങിയെത്തും. അദ്ദേഹത്തോട് എല്ലാ കാര്യങ്ങളും പറയുക. അച്ഛൻ എന്നെ അങ്ങേക്ക് നൽകും. എന്നാൽ കണ്വമുനിയെ കാത്തിരിക്കാനുള്ള ക്ഷമ ദുഷ്യന്തനില്ലായിരുന്നു. തന്നെയുമല്ല, മുനി സമ്മതിച്ചില്ലെങ്കിൽ കാര്യം കുഴയുമല്ലോ എന്ന ഭീതിയും ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ശകുന്തളെ, പ്രേമവതി, നീ എന്നെ സ്വീകരിക്കുക. എൻ്റെ മനസ്സിൽ നിന്ന് ലയിച്ചിരിക്കുന്നു. ധർമ്മശാസ്ത്രത്തിൽ വിവാഹങ്ങൾ 8 വിധമുണ്ടാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഗാന്ധർവ വിവാഹം ഉത്തമമാണെന്ന് ധരിക്കുക. നീ എനിക്ക് എല്ലാ വിധത്തിലും അനുരൂപയായ വധുവാണ്. ഞാൻ നിനക്കും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഗാന്ധർവ വിധി പ്രകാരം വിവാഹം ചെയ്തു നീ എൻ്റെ പത്നിയായാലും. ദുഷ്യന്തൻ്റെ അഭിപ്രായം സ്വീകരിക്കാനും അദ്ദേഹം നിറവേറ്റാനും ശകുന്തള തയ്യാറായി. അവൾ പറഞ്ഞു, അല്ലയോ മന്നവേന്ദ്ര, ധർമ്മം ഇപ്രകാരമാണെങ്കിൽ ഞാൻ അങ്ങയുടെ പത്നിയാകാൻ ഒരുക്കമാണ്. എന്നാൽ ഭവാൻ എന്നോടൊരു സത്യം ചെയ്യണം. അങ്ങയ്ക്ക് എന്നിലുണ്ടാകുന്ന പുത്രൻ അങ്ങയുടെ കാലശേഷം രാജാവാകണം. ഇത് അങ്ങയ്ക്ക് സമ്മതമാണെങ്കിൽ നമുക്ക് ഗാന്ധർവ വിവാഹം നടത്താം. മന്നവൻ ശകുന്തളയുടെ കരങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, ഹേ നാരീ രക്തമേ, നീ പറഞ്ഞ വ്യവസ്ഥ ഞാൻ സ്വീകരിക്കുന്നു. നിന്നിൽ എനിക്കുണ്ടാകുന്ന പുത്രനെ ഞാൻ യുവരാജാവാക്കും. അവൻ എനിക്ക് ശേഷം രാജാവായി തീരും. അവർ ഗാന്ധർവ വിവാഹം ചെയ്തു. ദുഷ്യന്തൻ ശകുന്തളയെ മാറോടണിച്ചു. അവളുടെ മുഖകമലത്തിൽ തെരുതിരെ ചുംബിച്ചു. അവൾ എല്ലാം മറന്നു ദുഷ്യന്തനിൽ ലയിച്ചു. ഏറെ സമയം അവർ ഒരുമിച്ച് കഴിച്ചുകൂട്ടി. രാജാവ് പോകാൻ തയ്യാറായി. ശകുന്തളയോട് യാത്ര ചോദിച്ചു. വൈമനസ്യത്തോടെ അവൾ അനുമതി നൽകി. ദുഷ്യന്തൻ ശകുന്തളയെ സമന്വയിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, പ്രിയേ, ഞാൻ കൊട്ടാരത്തിൽ എത്തിച്ചേർന്നാൽ ഉടൻ തന്നെ എൻ്റെ ചതുരംഗപ്പടെ ഇവിടേക്ക് അയക്കും. അപ്പോൾ അവരോടൊപ്പം നീ രാജകൊട്ടാരത്തിലേക്ക് എത്തിയാലും. ദുഷ്യന്തൻ രാജധാനിയിലേക്ക് മടങ്ങിപ്പോയി. രാജാവ് പോയി കുറെ കഴിഞ്ഞപ്പോൾ കണ്ണ മഹർഷി ആശ്രമത്തിലെത്തി. അച്ഛൻ്റെ മുമ്പിൽ വരുന്നതിന് ഭയപ്പെട്ട ശകുന്തള അകത്തേക്ക് ഒതുങ്ങി നിന്നതേയുള്ളൂ. കണ്ണ മഹർഷി തൻ്റെ ദിവ്യ ദൃഷ്ടി കൊണ്ട് അവിടെ നടന്ന സംഗതികളെല്ലാം മനസ്സിലാക്കി. ലജ്ജയും ഭയവും കൊണ്ടാണ് ശകുന്തള തൻ്റെ അടുത്തേക്ക് വരാത്തതെന്ന് അദ്ദേഹത്തിന് ഊഹിക്കാൻ കഴിഞ്ഞു. അദ്ദേഹം ശകുന്തളയെ സ്നേഹപൂർവ്വം പുരസ്കാരം വിളിച്ചു. അച്ഛൻ വിളിക്കുന്നത് കേട്ടപ്പോൾ ശകുന്തള പരിഭ്രമിച്ചു. അവൾ നാണിച്ചു ഉദ്യോഗത്തോട് മഹർഷിയുടെ അടുക്കലെത്തി. കണ്ണൻ വാത്സ്യത്തോട് ശകുന്തളയോട് തലോടിക്കൊണ്ട് പറഞ്ഞു, മകളെ, ഇവിടെ നടന്ന എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. നീ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട. എന്നെ അറിയിക്കാത്ത നീ ദുഷ്യന്തനുമായി ചെയ്ത സംസർഗം ഒട്ടും അധർമ്മമല്ല. ക്ഷത്രിയന് ഗാന്ധർവ വിവാഹം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇഷ്ടപ്പെടുന്നവനോട് ഇഷ്ടമുള്ളവർക്ക് ഗൂഢസംഗമം ആകാം. ദുഷ്യന്തൻ നിനക്ക് ഏറ്റവും അനുയോജ്യനായ ഭർത്താവാണ്. നീ അതുല്യ
പരാക്രമിയായ ഒരു ഉത്തമ പുത്രനെ പ്രസവിക്കും. അവൻ ചക്രവർത്തിയാകും. ശകുന്തളയുടെ കണ്ണുകളിൽ സന്താന ബാഷ്പം നിറഞ്ഞു. അവൾ കണ്ണ മഹർഷിയുടെ പാദങ്ങളിൽ വീണു നമസ്കരിച്ചു. കണ്ണൻ അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. ശകുന്തള തൻ്റെ ഹൃദയേശ്വരനെ ഓർത്തോർത്ത് നാളുകൾ തള്ളി നീക്കി. അവൾ കോമളനായ ഒരു കുമാരനെ പ്രസവിച്ചു. ജാതക കർമാദികൾ യഥാവിധി ചെയ്തു. കണ്ണൻ അവനെ സ്വന്തം മകനെപ്പോലെ വളർത്തി. വർഷങ്ങൾ 6 കഴിഞ്ഞു. ദുഷ്യന്തനെപ്പറ്റി ഒരു വിവരവും അറിഞ്ഞില്ല. അവൾ അത്യന്തം ഖിന്നയായി. അവളുടെ പുത്രൻ മാത്രമായിരുന്നു അവൾക്ക് ആശ്വാസം നൽകിയത്. കുമാരന് 6 വയസ്സായപ്പോഴേക്കും അവൻ്റെ വീരപരാക്രമങ്ങൾ കണ്ട് മറ്റുള്ളവർ അതിശയിച്ചു. അവൻ അമിത ബലവാനായിരുന്നു. അവൻ്റെ കൈവെള്ളയിൽ ചന്ദ്രരേഖയുണ്ടായിരുന്നു. അവൻ്റെ പ്രസരിപ്പും ധൈര്യവും എവരെയും ആകർഷിച്ചു. കാട്ടിലുള്ള വന്യമൃഗങ്ങളെ ഒറ്റയ്ക്ക് പിടികൂടി ആശ്രമത്തിൽ കൊണ്ടുവന്ന് ബന്ധിക്കുന്നതിനുള്ള ഭുജല പരാക്രമം അവനുണ്ടായിരുന്നു. അവൻ ധവനൻ, ശൂരനും യോദ്ധാവുമായിരുന്നു. അവൻ മറ്റുള്ളവരെ നിയന്ത്രിക്കുന്നതിന് കഴിവുള്ളവനായിരുന്നു. അതുകൊണ്ട് എല്ലാവരും അവനെ സർവധമനൻ എന്ന് വിളിച്ചു. അവൻ അവൻ്റെ സ്ഥിരം പേരായി, സർവധമനൻ. ശകുന്തളയെ സർവധമനോടുകൂടി ഭർതൃഗ്രഹത്തിലേക്ക് അയക്കുന്നതിനുള്ള സമയമായി എന്ന് കണ്ണോമിനി കണ്ടു. അദ്ദേഹം തൻ്റെ ശിഷ്യന്മാരെ വിളിച്ച് അവരെ ഹസ്തിനപുരിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ നിർദ്ദേശിച്ചു. ശകുന്തള വൃത്താന്തം ഗ്രഹിച്ചപ്പോൾ സന്തോഷിക്കുകയോ അതിലേറെ ദുഃഖിക്കുകയോ ചെയ്തു. പ്രാണപ്രിയൻ്റെ അടുത്തേക്ക് വാത്സല്യനിധിയായ തൻ്റെ പുത്രനോടൊപ്പം പോകുന്ന കാര്യം ഓർത്തപ്പോൾ അവൾക്ക് നിശീതമായ സന്തോഷം തോന്നി. എന്നാൽ ഇത്രനാളും മാതാവും പിതാവുമായി തന്നെ വളർത്തിയ കണ്ണോമിനിയെയും താൻ ജീവിച്ചു വന്ന ആശ്രമത്തെയും തൻ്റെ ചരണങ്ങളേറ്റ് വളർന്ന തരുവല്ലികളെയും വൃക്ഷങ്ങളെയും മറ്റും പിരിയേണ്ടി വരുന്നതിനെപ്പറ്റി ഓർത്തപ്പോൾ ശകുന്തളയുടെ ഹൃദയം സന്താന ഭാരതത്താൽ വിങ്ങിപ്പൊട്ടി. കണ്ണൻ അവളെ സ്വാന്തനപ്പെടുത്തി. ശിഷ്യന്മാരോടൊത്ത് ശകുന്തള യാത്ര തിരിച്ചു. ശകുന്തളയും മറ്റു ദുഷ്യന്തൻ്റെ രാജധാനിയിൽ വന്നു ചേർന്നു. വളരെ പ്രയാസപ്പെട്ടാണ് കൊട്ടാരത്തിനുള്ളിലേക്ക് പ്രവേശം ലഭിച്ചത്. അവസാനം ദുഷ്യന്തൻ്റെ മുന്നിലെത്തി. തൻ്റെ പ്രിയപ്പെട്ട രാജാവ് അദ്ദേഹം രാജസദസ്സിലിരിക്കുകയായിരുന്നു. ശകുന്തളയെ കൊട്ടാരത്തിലേക്ക് ആക്കിയ ഉടൻ തന്നെ ശിഷ്യന്മാർ തിരിച്ചുപോയി. ശകുന്തള ദുഷ്യന്തനെ മുറപ്രകാരം പൂജിച്ചു. അച്ഛനെ നമസ്കരിക്കുവാൻ ശകുന്തള പുത്രനോട് നിർദ്ദേശിച്ചു. സർവധമനൻ ദുഷ്യന്തനെ നമസ്കരിച്ചു. ദുഷ്യന്തനാകട്ടെ ശകുന്തളയോടും പുത്രനോടും കണ്ടിട്ട് അറിയുന്ന ഭാവമേ നടിച്ചില്ല. അദ്ദേഹം ചോദിച്ചു, പുത്രനോട് ഒഴുകുവന്ന അല്ലയോ താപസി, നിന്റെ ആഗ്രഹം എന്തു തന്നെ പറഞ്ഞാലും നാം അത് നിറവേറ്റിത്തരുന്നതാരും. ദുഷ്യന്തൻ്റെ വാക്കുകൾ ശകുന്തളയുടെ മനസ്സിനെ വല്ലാതെ അസ്വസ്ഥയാക്കി. എങ്കിലും അത് ഭാവിക്കാതെ അവൾ പറഞ്ഞു, അല്ലയോ മഹാരാജാവേ, അങ്ങ് എന്നെ അറിയുന്നില്ലേ? ഞാൻ ശകുന്തളയാണ്. കണ്ണോമുനിയുടെ പർണശാലയിൽ വെച്ച് നാം കണ്ടുമുട്ടി. ഇടപഴകിയത് അങ്ങ് ഓർക്കുന്നില്ലേ? നമ്മുടെ പുത്രനെ യുവരാജാക്കാമെന്ന് അങ്ങ് സത്യം ചെയ്തത് ഓർക്കുന്നില്ലേ? ഇവൻ അങ്ങയ്ക്ക് എന്നിലുണ്ടായ പുത്രനാണ്. സത്യം പാലിച്ച് അങ്ങ് ഇവനെ യുവരാജാവാക്കണം. ദുഷ്യന്തൻ അത്ഭുതം നടിച്ചു. അദ്ദേഹം അലക്ഷ്യമായി പറഞ്ഞു, നീ എന്താണ് പറയുന്നത്? നിന്നെ കണ്ടതായിട്ട് പോലും ഞാൻ ഓർക്കുന്നില്ലല്ലോ. നീ ഏതോ ദുഷ്ട താപസിയാണ്. രാജസദസ്സിൽ നിന്ന് ഇപ്രകാരം പുളി പറയാതെ പോകുന്നതാണ് നിനക്ക് നല്ലത്. മഹാരാജാവിൻ്റെ ദുസ്സഹമായ വാക്കു കേട്ടപ്പോൾ ശകുന്തള ഒരു സഫലാഞ്ചികയെപ്പോലെ അല്പനേരം നിന്നുപോയി. അവളുടെ അഭിമാനവും കോപവും വിഭ്രംശിച്ചു. ക്ഷണനേരത്തിനുള്ളിൽ അവളുടെ കണ്ണുകൾ രക്തവർണ്ണങ്ങളായി. അവളുടെ മുഖം സൂര്യരശ്മികൾ പോലെ പ്രഭപൂരിതമായി. ചുണ്ടുകൾ വിറച്ചു. ദുഷ്യന്തനെ ദീപിക്കത്തക്കവണ്ണം തീപ്പൊരി ചിതറുവാനായി അവളുടെ നോട്ടം. അവൾ കുറച്ചു സമയം അപ്രകാരം നിന്നു. പിന്നീട് അവൾ തേജസ് അവൾ തന്നെ അടക്കി. പിന്നെ അവൾ ദുഷ്യന്തനോട് പറഞ്ഞു, അല്ലയോ രാജശ്രേഷ്ഠ, എന്നോട് നീ ഇങ്ങനെ പറയുന്നത് എന്താണ്? ആത്മവഞ്ചന കൊടും പാപമാണ്. അതിനേക്കാൾ കൂടുതലായി മറ്റൊരു പാപമില്ല. നീ വെറും പ്രാകൃത മനുഷ്യനെ പോലെ സംസാരിക്കുന്നു. സത്യത്തിൽ ലംഘിക്കുന്നവരുടെ ശിരസ് പൊട്ടിത്തെറിക്കും. സ്വയം വന്നു കയറിയവളെപ്പോലെ നീ എന്നെ നിന്ദിക്കുന്നു. ഞാൻ നിന്റെ പത്നിയാണ്. ഞാൻ പതിവ്രതയാണ്. ഇവൻ നിന്റെ പുത്രനാണ്. പുത്രനെ കൊണ്ടാണ് ഞാൻ ഒരുവൻ ശാശ്വതമായ ഫലവും സമാധാനവും നേടേണ്ടത്. മഹാരാജാവേ, അപ്സരസായ മേനകയാണ് എൻ്റെ മാതാവ്. രാജമഹർഷിയായ വിശ്വാമിത്രനാണ് എൻ്റെ പിതാവ്. അവർ എന്നെ ഉപേക്ഷിച്ചു. അങ്ങും എന്നെ ഉപേക്ഷിച്ചാൽ ഞാൻ ആശ്രമത്തിലേക്ക് മടങ്ങിപ്പോക്കൊള്ളാം. എന്നാൽ അങ്ങയുടെ പുത്രനായ ഈ ബാലനെ ഉപേക്ഷിക്കരുത്. അവനെ സ്വീകരിച്ചാലും. ശകുന്തളയുടെ വാക്കുകൾ കേട്ടപ്പോൾ ദുഷ്യന്തൻ ഈർഷ്യ ഭാവിച്ചു. അദ്ദേഹം നിശ്ചിതമായ വാക്കുകളോട് പറഞ്ഞു, സ്ത്രീകൾക്ക് ധാർഷ്ട്യമുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ നേരിൽ കണ്ടിരിക്കുന്നു. കുലടയായ നീ കുലിനെന്ന് പറയുന്നു. സ്ത്രീകൾ അസത്യം പറയും. പക്ഷേ ആരാണ് ശ്രദ്ധിക്കുക? വെറും നിർമ്മാല്യം കണക്കെ നിന്നെ ഉപേക്ഷിച്ച നിന്റെ അമ്മ ഒരു വേശ്യയാണ്. നിന്റെ അച്ഛൻ നിർദ്ദയനാണ്. നീയും ഒരു പുഞ്ചലിയാണ്. ഈ ബാലനെ കണ്ടാൽ തന്നെ അറിയാം നീ പറയുന്നതൊക്കെ നുണയാണെന്ന്. ഇത്ര കുറച്ചു കാലം കൊണ്ട് ബാലനെങ്ങാണ് ഇത്രത്തോളം പൊണ്ണത്തടിയനാകുന്നത്?
നിന്റെ ഉത്ഭവം തന്നെ ഹീനമായ വിധത്തിലാണ്. നിന്റെ വാക്കും പ്രവൃത്തിയും അതിന് ചേർന്ന വിധത്തിൽ തന്നെ നിനക്ക് വേണമെങ്കിൽ സ്വർണ്ണാഭരണങ്ങളോ വസ്ത്രമോ തരാം. അത് വാങ്ങി ഉടൻ സ്ഥലം വിട്ടുകൊള്ളുക. ഇത് കേട്ടപ്പോൾ ശകുന്തളയ്ക്ക് രാജാവിനോട് പുച്ഛമാണ് തോന്നിയത്. അവൾ പരിഹാസ്യോദ്യമായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലയോ രാജാവേ, ഞാൻ നിന്നെക്കാൾ ശ്രേഷ്ഠനാണ്. ഭൂമിയിൽ മാത്രം കഴിച്ചുകൂട്ടാനുള്ള കഴിവേ നിനക്കുള്ളൂ. എനിക്ക് ഭൂമിയും ആകാശത്തിലും സഞ്ചരിക്കാൻ കഴിയും. ആനയോളം വലിപ്പമുള്ള നിന്റെ കുറ്റങ്ങൾ കാണാനേ കഴിയൂ. കടുകിനോടുള്ള എൻ്റെ കുറ്റങ്ങളാണ് നീ കാണുന്നത്. കണ്ണാടി കണ്ടും യഥാർത്ഥം ഗ്രഹിക്കുന്നവരെ വിഡ്ഢികളാക്കാൻ തങ്ങളുടെ മുഖം ഏറ്റവും നിരൂപീകരിക്കാം. തങ്ങളുടെ കുറ്റങ്ങൾ അറിയാതെ മറ്റുള്ള കുറ്റങ്ങൾ പറയുന്നവരാണ് അധികവും. കുറ്റമില്ലാത്തവർ അവരുടെ മഹിമ കൊണ്ട് കുറ്റമുള്ളവരെ പോലെ നിന്ദിക്കുകയില്ല. സത്യവും ധർമ്മവും വെടിയുന്ന പുരുഷനെ ക്രുദ്ധനായ സർപ്പത്തേക്കാൾ ഭയപ്പെടണം. സത്യത്തിന് തുല്യമായി ധർമ്മമില്ല, സത്യത്തിന് തുല്യമായി മറ്റൊന്നുമില്ല. സത്യമായി പരമമായ ബ്രഹ്മം, സത്യമേ വാഗ്ദാനം. അതുകൊണ്ട് അങ്ങ് ചെയ്ത വാഗ്ദാനം പാലിക്കുക. അങ്ങയുടെ പുത്രനെ യുവരാജാവാക്കുക. ഹേ ദുഷന്ത, നീ അതിനു തയ്യാറായില്ലെങ്കിൽ പോലും എൻ്റെയും നിൻ്റെയും പുത്രനായി ബാലൻ സർവധമനൻ ചക്രവർത്തിയായി ഭൂമി പാലനം ചെയ്യുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക. ഇത്രയും പറഞ്ഞ് ശകുന്തള രാജസന്നിധിയിൽ നിന്ന് പോകുവാൻ ഭാവിച്ചു. അപ്പോൾ ആകാശത്തു നിന്ന് ഒരു അശരീരി കേട്ടു. ഹേ ദുഷന്ത, ശകുന്തള പറഞ്ഞതൊക്കെ സത്യമാണ്. ശകുന്തള നിന്റെ ഭക്തിയാണ്. അവളെ മാനിക്കുക. ഈ ബാലൻ നിന്റെ പുത്രനാണ്. നീ ഇവനെ ഭരിക്കുക, അതായത് രക്ഷിക്കുക, പോറ്റുക. ഞങ്ങൾ പറഞ്ഞതുമൂലം നീ ഇവനെ ഭരിക്കുക. ഇവൻ ഭരതൻ എന്ന പേരിൽ അറിയപ്പെടട്ടെ. ഇപ്രകാരം ദേവാക്തി കേട്ടപ്പോൾ രാജസദസ്സിൽ നിന്ന പുരോഹിതന്മാരും ആശ്ചര്യപ്പെട്ടു. ദുഷ്യന്തൻ എല്ലാവരോടുമായി പറഞ്ഞു, നിങ്ങളെല്ലാവരും ഈ ദേവദൂതൻ്റെ ഭാഷണം കേട്ടുകൊള്ളൂ. എനിക്കും അറിയാം ഇവൻ എൻ്റെ പുത്രനാണെന്ന്. എന്നാൽ ശകുന്തള വന്നു പറഞ്ഞ ഉടനെ തന്നെ ഇവനെ സ്വീകരിക്കുമെങ്കിൽ ലോകർ ശങ്കിക്കും. ഇവന് ശുദ്ധിയും സിദ്ധിക്കില്ല. അനന്തരം ദുഷ്യന്തൻ സിംഹാസനത്തിൽ നിന്നിറങ്ങി ശകുന്തളയുടെ പുത്രൻ്റെ അടുത്ത് വന്നു. അദ്ദേഹം പറഞ്ഞു, പ്രിയേ, നിന്റെ ശുദ്ധിക്ക് വേണ്ടിയാണ് ഞാൻ ഇപ്രകാരം ചെയ്തത്. അല്ലെങ്കിൽ നാട്ടുകാർ നിന്നെ ശങ്കിക്കും. ശങ്ക നീക്കി പുത്രനെയും രാജഭാരം നൽകണമെന്ന് തന്നെയായിരിക്കും എൻ്റെയും ആഗ്രഹം. അതിനായിരുന്നു ഈ പരീക്ഷണം. ഓമനെ, ഞാൻ നിന്നോട് പറഞ്ഞതെല്ലാം പൊറുക്കുക. നീ എന്നോട് ചോദിച്ചു എന്നെ ഫൽസിച്ചതും ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ദുഷ്യന്തൻ ശകുന്തളയെയും പുത്രനെയും മാറോട് ചേർത്ത് ആലിംഗനം ചെയ്തു. രാജസദസ്സിൽ ഉണ്ടായിരുന്നവർ ഹർഷബാഷ്പങ്ങൾ തൂകി. പിന്നീട് സർമ്മധമന് ഭരതൻ എന്ന പേര് നൽകി യുവരാജാവായി അഭിഷേകം ചെയ്തു. ദുഷ്യന്തൻ്റെ കാലശേഷം ഭരതൻ പ്രതാപനായ ചക്രവർത്തിയായി കണ്ണനെ കുലഗുരുവാക്കി രാജാക്കന്മാരെ ജയിച്ച് കീഴടക്കി അശ്വമേധ യോഗം നടത്തി ഹിമാലയത്തിന് തെക്ക് കിഴക്ക് ആഴിയാൽ 3 ഭാഗവും ചുറ്റപ്പെട്ടിട്ടുള്ള ഉപഭൂഖണ്ഡം ഭാരതൻ്റെ കൈക്കീഴിലായി. അദ്ദേഹം കൊടികൾ സ്ഥാപിച്ചു. അവിടെ സാർവഭൗമനായി ഭാരതൻ ഭരിച്ച രാജ്യത്തിൻ്റെ പേരാണ് ഭാരതം എന്ന് പറയുന്നത്. വ്യാസഭാരതത്തിലുള്ള ഈ കഥയെ ഉപജീവിച്ചാണ് കാളിദാസൻ തൻ്റെ അഭിജ്ഞാന ശാകുന്തളം എന്ന ലോകപ്രശസ്തമായ നാടകം രചിച്ചിട്ടുള്ളത്. അതിൽ കാളിദാസൻ ചില നൂതന സംഭവങ്ങൾ കൂട്ടിച്ചേർത്ത് മറ്റൊരു ഇതിലാണ് നാടകം വാർത്തെടുത്തിരിക്കുന്നത് എന്ന് മാത്രമേയുള്ളൂ. ഖജദേവയാനി. പണ്ട് ദേവന്മാരും അസുരന്മാരും പരസ്പരം മത്സരിക്കാൻ തുടങ്ങി. ഇരു കൂട്ടർക്കും പ്രാപ്തന്മാരായ ആചാര്യന്മാർ ഉണ്ടായിരുന്നു. ഭൃഗു വംശത്തിൽപ്പെട്ട പണ്ഡിതനും മഹാതാപസനുമായ ശുക്രനായിരുന്നു അസുരന്മാരുടെ ആചാര്യൻ. ദേവന്മാർ ആചാര്യനായി സ്വീകരിച്ചത് അങ്കിരസത്തിൻ്റെ പുത്രനായ ബൃഹസ്പതിയായിരുന്നു. ശുക്രാചാര്യർ അസുര ചക്രവർത്തിയായ വൃഷഭാർവൻ്റെയും അരമനയിലും ബൃഹസ്പതി ദേവലോകത്ത് ഇന്ദ്രൻ്റെ അരമനയിലും ബന്ധപ്പെട്ട് താമസിച്ചു പോന്നു. ദേവന്മാരും അസുരന്മാരും തമ്മിൽ പലപ്പോഴും ഏറ്റുമുട്ടി യുദ്ധം ചെയ്യും. ഇരുഭാഗത്തും ഉള്ളവരിൽ കുറേ പേർ മരിക്കും. എങ്കിലും ആർക്കും മറുഭാഗത്തുള്ളവരെ കീഴടക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ അസുരന്മാർക്ക് ദേവന്മാരുടെ മേൽ പ്രത്യേകമായ ഒരു മേന്മയുണ്ടായിരുന്നു. അവരുടെ ഗുരുവായ ശുക്രാചാര്യന് മൃതസഞ്ജീവിനി എന്ന മന്ത്രം അറിയാമായിരുന്നുകൊണ്ട് അദ്ദേഹം യുദ്ധത്തിൽ മരിക്കുന്ന അസുരന്മാരെ പുനർജീവിപ്പിച്ചു. തന്മൂലം അസുരന്മാർക്ക് ഒരിക്കലും ആൾനഷ്ടം ഉണ്ടായിട്ടില്ല. ഓരോ ഏറ്റുമുട്ടൽ കഴിയുമ്പോഴും ദേവന്മാരുടെ അംഗസംഖ്യ കുറഞ്ഞു വന്നു. ഇത് ദേവന്മാരെ സംഭീതരാക്കി. ഏതുവിധനെയും മൃതസഞ്ജീവനി മാത്രം കരസ്ഥമാക്കണമെന്ന് ദേവന്മാർ തീരുമാനിച്ചു. അവർ തലപുകഞ്ഞ് ആലോചന തുടങ്ങി. പലരും പല മാർഗങ്ങളും നിർദ്ദേശിച്ചു. എന്നാൽ അതൊന്നും പ്രായോഗികമായിരുന്നില്ല. അവസാനം അവർക്കൊരു ബുദ്ധി തോന്നി. ബൃഹസ്പതിയുടെ പുത്രനായ ഖജൻ ശുക്രാചാര്യൻ്റെ ശിഷ്യനായി ശുക്രാശ്രമത്തിൽ താമസിക്കുക. ശുക്രൻ മകളായ ദേവയാനിയെ സ്വന്തം ജീവനേക്കാൾ സ്നേഹിക്കുന്ന ആളാണ്. ഖജൻ ദേവയാനിയെ തൃപ്തിപ്പെടുത്തി അവൾ മുഖേന ഈ മന്ത്രം കരസ്ഥമാക്കണം. ദേവന്മാർ ആലോചിച്ച് കണ്ടുപിടിച്ച മാർഗം ഇതായിരുന്നു. ഖജൻ ദേവന്മാരുടെ നിർദ്ദേശം അംഗീകരിച്ച് അവൻ അടുത്ത ദിവസം തന്നെ ശുക്രാചാര്യൻ്റെ അടുക്കലെത്തി. താൻ ബൃഹസ്പതിയുടെ പുത്രനാണെന്നും
ബ്രഹ്മചര്യ ദീക്ഷയോട് ശുക്രാരിൽ നിന്നും വിദ്യാഭ്യാസം ചെയ്യാൻ ആഗ്രഹിച്ചാണ് വന്നതെന്നും ശുക്രനോട് പറഞ്ഞു. വിദ്യ ആർജിച്ചു വരുന്നവനെ സ്വീകരിക്കേണ്ടത് ഗുരുവിൻ്റെ ധർമ്മമാണ്. ആകയാൽ തൻ്റെ എതിരാളികളുടെ പുത്രനാണെന്നുള്ള മുഴന്തൻ നായകളൊന്നും പറയാതെ ശുക്രൻ കജനെ സന്തോഷപൂർവ്വം ശിഷ്യനായി സ്വീകരിച്ചു. കജൻ ശുക്രാശ്രമത്തിൽ താമസമാക്കി. ഗുരുമുഖത്തു നിന്ന് വേദങ്ങൾ പഠിച്ചു കഴിഞ്ഞ് കാട്ടിൽ പോയി ചമതയും വിറകും പല മൂലങ്ങളും കൊണ്ടുവരും. പശുക്കളെ മേയ്ക്കും. അതിനിടയിലുള്ള വിശ്രമവേളകളിൽ ബാലികയായ ദേവയാനിയോടൊപ്പം സമയം കഴിക്കും. സുഭകനും തേജസ്വിയുമായ കജന് പാട്ടും നൃത്തമൊക്കെ അറിയാം. അവൻ പാട്ടുപാടിയും നൃത്തം ചെയ്തും കഥകൾ പറഞ്ഞു കൊടുത്തും മറ്റും ദേവയാനിയെ രസിപ്പിച്ചു. ദേവയാനി കജനെ സ്വന്തം ജീവനെ പോലെ സ്നേഹിച്ചു. കാലം ചെന്നപ്പോൾ ബാലികയായ ദേവയാനി യൗവനയുക്തിയായ യുവതിയായി. അപ്പോൾ അവളുടെ സ്നേഹം അനുരാഗമായി മാറി. എന്നാൽ ബ്രഹ്മചര്യവ്രതത്തോട് ദേവധ്യാനം നടത്തുന്ന കജനെ തൻ്റെ മനോഗതം അറിയിക്കാതെ അവൾ കഴിച്ചുകൂട്ടി. വിദ്യാഭ്യാസം കഴിഞ്ഞ് ബ്രഹ്മചര്യ ദീക്ഷ അവസാനിക്കുന്നവരെ കാത്തിരിക്കാൻ അവൾ തീരുമാനിച്ചു. ബൃഹസ്പതിയുടെ പുത്രനായ കജൻ തങ്ങളുടെ ഗുരുവിൻ്റെ ശിഷ്യനായി ശുക്രാശ്രമത്തിൽ താമസിക്കുന്ന വിവരം അസുരന്മാർ അറിയുവാനിടയായി. അവർക്ക് പല സംശയങ്ങളും തോന്നി. ആ കൂട്ടത്തിൽ തങ്ങളുടെ ഗുരുവിൻ്റെ പക്കൽ നിന്നും മൃദുസഞ്ജീവന മന്ത്രം തട്ടിയെടുക്കാനായിരിക്കും കജൻ വന്നിട്ടുള്ളതെന്ന സംശയവും ഉണ്ടായി. ഏതായാലും അസുരവംശത്തിൽ പെടാത്ത കജനോട് അസുരന്മാർക്കെല്ലാം കടുത്ത അമർഷം തോന്നി. കജനെ കൊല്ലാൻ തന്നെ അവർ തീരുമാനിച്ചു. അതിനുവേണ്ടി അസുരന്മാർ പദ്ധതിയിട്ടു. ഒരു ദിവസം പശുക്കളെ മേയ്ക്കാൻ കജൻ കാട്ടിലേക്ക് പോയി. അസുരന്മാർ അവനെ പിടികൂടി കൊന്നു. അവൻ്റെ ശരീരം വെട്ടുനുറുക്കി ചെന്നായ്ക്കൾക്ക് ഇട്ടുകൊടുത്തു. സന്ധ്യയായതോടുകൂടി മേയാൻ പോയ പശുക്കൾ പതിപോലെ ആശ്രമത്തിൽ തിരിച്ചെത്തി. എന്നാൽ കജൻ വന്നു ചേർന്നില്ല. ദേവയാനി വല്ലാതെ പരിഭ്രമിച്ചു. അവൾക്ക് ആദിയായി. എല്ലായിടത്തും തിരഞ്ഞു. എങ്ങും കാണാൻ കഴിഞ്ഞില്ല. അവസാനം അവൾ അച്ഛന് വിവരമറിയിച്ചു. അങ്ങനെയെങ്കിലും കജനെ വരുത്തിയില്ലെങ്കിൽ തൻ്റെ ജീവിതം അവസാനിപ്പിക്കുമെന്ന് അവൾ അച്ഛനോട് പറഞ്ഞു. കജനോട് അസുരന്മാർക്ക് എതിർപ്പുണ്ടെന്ന് ശുക്രരാജർക്കറിയാം. അവർ അവനെ കൊന്നിട്ടുണ്ടാവുമെന്ന് അദ്ദേഹം തീർച്ചയാക്കി. അദ്ദേഹം മൃദുസഞ്ജീവനി മന്ത്രം ജപിച്ചുകൊണ്ട് കജനെ വിളിച്ചു. കജൻ്റെ മാംസം തിന്ന ചെന്നായ്ക്കളുടെ വയർ പൊട്ടി കഷ്ണങ്ങൾ പുറത്തു വന്ന് അവ കൂടിയോജിച്ച് കജനായി. കജൻ തൻ്റെ ശുക്രൻ്റെ മുമ്പാകെ എത്തി. നടന്ന വൃത്താന്തങ്ങളൊക്കെ അദ്ദേഹത്തെ അറിയിച്ചു. കജൻ ജീവിച്ച വിവരം അസുരന്മാർ അറിഞ്ഞു. അവർക്ക് കജനോട് കൂടുതലായി വിരോധമുണ്ടായി. അവനെ നശിപ്പിക്കാൻ അവർ കാത്തിരുന്നു. ഒരു ദിവസം കജൻ ദേവയാനിക്ക് വേണ്ടി പുഷ്പങ്ങൾ ശേഖരിക്കാൻ കാട്ടിൽ പോയി. തക്കം പാർത്തിരുന്ന അസുരന്മാർ അവനെ പിടികൂടി കൊന്നു. ശരീരം ഇടിച്ചു പൊടിയാക്കി സമുദ്രത്തിൽ കലക്കി. കജൻ മടങ്ങി എത്താതായപ്പോൾ ദേവയാനി ഉത്കണ്ഠപ്പെട്ടു. അസുരന്മാർ കൊന്നു കാണുമെന്ന് അവർ ഭയപ്പെട്ടു. അവൾ വീണ്ടും അച്ഛനെ അഭയം പ്രാപിച്ചു. കജനില്ലാതെ തനിക്ക് ജീവിക്കാൻ സാധ്യമല്ലെന്ന് അവൾ ശുക്രനെ അറിയിച്ചു. പുത്രിവാത്സല്യനായ അദ്ദേഹം മൃദുസഞ്ജീവനി മന്ത്രം ജപിച്ച് ഖജനെ വിളിച്ചപ്പോൾ ഖജൻ സമുദ്രത്തിൽ നിന്നും കയറി ശുക്രൻ്റെ മുന്നിലെത്തി. നടന്ന സംഭവങ്ങളൊക്കെ അദ്ദേഹം അറിഞ്ഞു. ഖജനെ നശിപ്പിക്കാനുള്ള തങ്ങളുടെ ശ്രമം രണ്ടാമത് പ്രാവശ്യവും ഫലിച്ചില്ലെന്ന് കണ്ടപ്പോൾ അവർക്ക് ഖജനോട് ഒടുങ്ങാത്ത പകയായി. ശുക്രാചാര്യനോട് പോലും അവർക്ക് വിരോധം തോന്നി. എന്നാൽ അത് എങ്ങനെ പ്രകടിപ്പിച്ചില്ല. വീണ്ടും ഖജനെ കൊല്ലാൻ അസുരന്മാർ ശ്രമിക്കുമെന്ന് അറിയാമായിരുന്ന ദേവയാനി പ്രത്യേകം സൂക്ഷിക്കണമെന്ന് ഖജന് മുന്നറിയിപ്പ് നൽകി. എന്നാൽ വീണ്ടും ഖജനെ അസുരന്മാർ പിടികൂടി. ഇനിയും ശുക്രമഹർഷി ജീവിക്കാൻ സാധ്യമില്ലാത്ത വിധം ഖജന്റെ ജഡം ഒളിപ്പിക്കണമെന്ന് അവർ തീരുമാനിച്ചു. അവർ ഖജനെ കൊന്ന് ചുട്ടുകരിച്ച് ചാമ്പലാക്കി. ആ ചാമ്പൽ മദ്യത്തിൽ കലർത്തി ശുക്രന് കൊടുത്തു. അങ്ങനെ ഖജൻ ഭസ്മം ശുക്രൻ്റെ വയറ്റിലായി. അന്ന് സന്ധ്യയായിട്ടും ഖജൻ മടങ്ങി വന്നില്ല. ദേവയാനി ദുഃഖിതയായി. അവൻ ആകെ തളർന്നു. അച്ഛനോട് സങ്കടമുണർത്തിച്ചു. ശുക്രൻ പറഞ്ഞു, പ്രിയപ്പെട്ട മകളെ, ഞാൻ അവനെ ജീവിപ്പിച്ചാൽ അസുരന്മാർ ഇനിയും അവനെ കൊല്ലും. മരണം എപ്പോഴെങ്കിലും സംഭവിക്കേണ്ടതല്ലേ. നിന്നെപ്പോലുള്ള വിവേകശാലികൾ മരണത്തിൽ ദുഃഖിക്കരുത്. ദേവയാനി, അങ്കിരസൻ്റെ പൗത്രവും ബൃഹസ്പതിയുടെ പുത്രനുമായ ഖജൻ എത്രത്തോളം ആത്മാർത്ഥമായിട്ടാണ് നമ്മെ സേവിച്ചത്. അവന് വന്ന ദുർഗതി എനിക്ക് താങ്ങാനാവുന്നില്ല. ഞാൻ അത്രത്തോളം അവനെ സ്നേഹിക്കുന്നു. അവൻ ജീവിച്ചിരിക്കുന്നില്ലെങ്കിൽ എനിക്കും ജീവിക്കാൻ ആഗ്രഹമില്ല. പുത്രിയുടെ ദുസ്സഹമായ ദുഃഖം മഹർഷിയെ ആർദ്രനാക്കി. ഖജനെ ജീവിപ്പിക്കാൻ തീരുമാനിച്ചു. അദ്ദേഹം മൃദുസഞ്ജീവനി മന്ത്രം ജപിച്ചു ഖജനെ വിളിച്ചു. ഖജൻ വീണ്ടും ജീവിച്ചു. മഹർഷിയുടെ ഉദരത്തിൽ കിടന്നിരുന്ന അവൻ വിളി കേട്ടു. ആശ്ചര്യത്തോട് ചോദിച്ചു, ഖജ, നീ എങ്ങനെ എൻ്റെ വയറ്റിലായി? തന്നെ കൊന്ന് ഭസ്മമാക്കി മദ്യത്തിൽ കലക്കി മഹർഷിക്ക് കൊടുത്ത വിവരമെല്ലാം ഖജൻ വയറ്റിൽ കിടന്നുകൊണ്ട് പറഞ്ഞു. മഹർഷി ക്രുദ്ധനായി. മദ്യത്തിൽ കൂടി ഖജൻ്റെ ഭസ്മം തനിക്ക് നൽകിയ അസുരന്മാർ തന്നോട് കടുത്ത ദ്രോഹവും വഞ്ചനയും കാണിച്ചായി അദ്ദേഹം കരുതി. താൻ മദ്യം കഴിച്ചതുകൊണ്ടാണ് ഇപ്രകാരം സംഭവിച്ചതപ്പോൾ അദ്ദേഹത്തിന് മദ്യത്തോടും മദ്യപാന ശീലത്തിലോടും വെറുപ്പും വിരോധം തോന്നി. അദ്ദേഹം പറഞ്ഞു, ഇന്നു മുതൽ മദ്യപാനം നിഷിദ്ധമായി തീരട്ടെ. മദ്യം കഴിക്കുമ്പോൾ മറ്റുള്ളവരുടെ നിന്നാപാത്രവുമാകുകയും അധാർമികനാകുകയും ചെയ്യട്ടെ. മനുഷ്യരാശിക്കുള്ള എൻ്റെ ഈ സന്ദേശം അലംഘനീയമായ ഒരു തത്വമായി അംഗീകരിക്കപ്പെടട്ടെ. ഖജൻ്റെ കാര്യമോർത്തപ്പോൾ മഹർഷി ഒരു വൈതരണിയിലായി. തൻ്റെ ഉള്ളിൽ കിടന്ന ഖജൻ പുറത്തു വരണമെങ്കിൽ താൻ വയറുകീറി മരിക്കാതെ ഒരു മാർഗവുമില്ല. അദ്ദേഹം പുത്രിയോട് പറഞ്ഞു,
വത്സി, ഞാൻ മരിച്ചാൽ മാത്രമേ ഖജന് ജീവനോട് പുറത്തു വരാൻ സാധ്യമാവൂ. ഞാൻ എന്തു വേണം ദേവേനി? അച്ഛാ, ഖജൻ്റെയും അച്ഛൻ്റെയും നാശം എനിക്ക് ഒരുപോലെയാണ്. ഖജൻ നശിച്ചാൽ എൻ്റെ സുഖം നശിച്ചു. അച്ഛൻ മരിച്ചാൽ ഞാൻ പിന്നെ ജീവിക്കുകയുമില്ല. ശുകമഹർഷി ആലോചിച്ചു. ബൃഹസ്പതിനായ ഖജൻ എന്തിനാണ് തൻ്റെ ശിഷ്യശം സ്വീകരിച്ചു വന്നത് അദ്ദേഹം ദിവ്യദൃഷ്ടി കൊണ്ട് മനസ്സിലാക്കി. ശുക്രൻ പറഞ്ഞു, നീ നിന്റെ ഉദ്ദേശം സാധിച്ചിരിക്കുന്നു. ഞാൻ നിനക്ക് മൃദു സഞ്ജീവനി മന്ത്രം ഉപദേശിച്ചു തരുന്നതാണ്. എൻ്റെ ഉദരം പിളർന്ന് പുറത്തു വരുന്ന നീ നിനക്ക് ലഭിക്കുന്ന മന്ത്രശക്തി കൊണ്ട് എന്നെ ജനിപ്പിക്കുക. നാം രണ്ടുപേരും മരിക്കാതിരുന്നെങ്കിലേ എൻ്റെ മകൾ സംതൃപ്തയാകുള്ളൂ. അവളുടെ സംതൃപ്തിയും സന്തോഷവും അനിവാര്യമാണ്. ശുക്രമഹർഷി ഖജന് മൃദുസഞ്ജീവനി മന്ത്രം ഉപദേശിച്ചു. വയറ്റിൽ കിടന്ന ഖജൻ അത് പഠിച്ചു. അവൻ മഹർഷിയുടെ വയർ കീറി പുറത്തു വന്നു. മഹർഷി മരിച്ചു വീണു. ഉടൻ തന്നെ ഖജൻ മൃദുസഞ്ജീവനി മന്ത്രം ചൊല്ലി ശുക്രനെ ജീവിപ്പിച്ചു. ഖജൻ മഹർഷിയെ സാഷ്ടാംഗം നമസ്കരിച്ചിട്ട് പറഞ്ഞു, അറിവില്ലാത്തവനെ അറിവുള്ളവനാക്കി തീർക്കുന്ന ഗുരു അവന് അച്ഛന് തുല്യമാണ്. കൂടാതെ എനിക്ക് ജന്മമേകുക നിമിത്തം അങ്ങ് ഇന്നു മുതൽ എനിക്ക് അമ്മ കൂടിയായി തീർന്നിരിക്കുന്നു. മൃദുസഞ്ജീവനി മന്ത്രം ഗ്രഹിച്ചതുകൊണ്ട് അസുരന്മാർ വീണ്ടും ഖജനെ കൊല്ലാൻ കഴിഞ്ഞില്ല. ഖജൻ പിന്നെയും ബ്രഹ്മചാരിയായി ശുക്രൻ്റെ ശിഷ്യനായി കഴിഞ്ഞുകൂടി. അവസാനം വിദ്യാഭ്യാസമെല്ലാം കഴിഞ്ഞ് ഗുരുവിൻ്റെ അനുഗ്രഹവും വാങ്ങി ദേവലോകത്തേക്ക് പോകാൻ തയ്യാറായി. അപ്പോൾ ദേവയാനി പറഞ്ഞു, അങ്ങയുടെ പിതാവായ ബൃഹസ്പതിയും പിതാമഹനായ അങ്കിരസും എൻ്റെ പിതാവിന് ബഹുമാന്യരാണ്. ഞാനും അവരെ പൂജിക്കുന്നു. അങ്ങയുടെ കളങ്കരഹിതമായ ജീവിതവും എന്നിലെ എൻ്റെ അച്ഛനിലും കാണിച്ച സ്നേഹവും വിശ്വാസവും സർവോപരി അങ്ങയുടെ കുലമഹിമയും എന്നെ അങ്ങയുടെ ആരാധ്യമായി തീർന്നിരിക്കുന്നു. അങ്ങ് ബ്രഹ്മചാരിയായിരുന്ന കാലമത്രയും ഞാൻ അത് പ്രകടമാക്കാതെ കഴിച്ചുകൂട്ടി. ഇപ്പോൾ അങ്ങയുടെ ബ്രഹ്മചാര്യം അവസാനിച്ചു. അങ്ങ് എന്നെ പാണിഗ്രഹണം ചെയ്ത് ഈയുള്ളവളെ ധന്യയാക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഖജൻ എന്നും ദേവയാനിയോട് ഗുരുപുത്രി എന്ന നിലയിൽ ആദരവും സ്നേഹവും പ്രകടിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരിക്കലും അവൾ തൻ്റെ കാമുകിയായി കരുതിയിട്ടുമില്ല. ദേവയാനിയായ വിവാഹം കഴിക്കണമെന്ന് ഉദ്ദേശമോ ആഗ്രഹമോ ഖജനില്ലായിരുന്നു. ദേവയാനി അവളുടെ ഹൃദയം തുറന്നു കാട്ടിയപ്പോൾ ഖജന് വിഷമം തോന്നി. അവളെ നിരാശപ്പെടുത്തേണ്ടി വരുമെന്നതിൽ അവന് വിഷാദമുണ്ടായി. അവൻ പറഞ്ഞു, ദേവയാനി, എനിക്ക് എൻ്റെ ഗുരുവായ നിൻ്റെ അച്ഛൻ അങ്ങേയറ്റം പൂജ്യനും മാന്യനുമാണ്. നീയും എനിക്ക് അതുപോലെ തന്നെയാണ്. ഇങ്ങനെയുള്ള നീ ഇപ്രകാരം പറയരുത്. ദേവയാനി, നിന്നെ അസുരന്മാർ വധിച്ചപ്പോഴെല്ലാം അച്ഛൻ നിന്നെ ജയിപ്പിച്ചത് എൻ്റെ പ്രീതിക്ക് വേണ്ടിയാണ്. നീയില്ലാതെ എനിക്ക് ജീവിക്കാൻ സാധ്യമല്ലെന്ന്, നീ മരിച്ചാൽ ഞാനും മരിക്കുമെന്നും പറഞ്ഞ് അച്ഛനെ നിർബന്ധിപ്പിച്ചത് കൊണ്ടാണ് നീ ഇന്ന് ജീവിച്ചിരിക്കുന്നത്. ഖജൻ പറഞ്ഞു, ഞാൻ നിന്നെ വിവാഹം കഴിക്കുന്നത് അധർമ്മമാണ്. നീ എൻ്റെ ഗുരുവിൻ്റെ പുത്രിയാണ്. കൂടാതെ ഞാൻ നിൻ്റെ അച്ഛൻ്റെ ഉദരത്തിൽ നിന്ന് പിറന്നതായതുകൊണ്ട് നിൻ്റെ സഹോദരനുമാണ്. ആ നിലയ്ക്ക് നാം വിവാഹിതരാകുന്നത് പാപമാണ്. ഞാൻ ഇവിടെ സുഖമായി പാർത്തു. എന്നോട് കാണിച്ച സ്നേഹത്തിന് ഞാൻ എന്നും നന്ദിയുള്ളവനായിരിക്കും. നീ എൻ്റെ ഗുരുവിനെ ശുശ്രൂഷിച്ച് ധർമ്മചിന്തകളോട് കാലം കഴിക്കുക. എനിക്ക് യാത്രാകുശലം നേരുക. നീ എന്നെ കൈവിടുകയാണെങ്കിൽ നീ ഇവിടുന്ന് പഠിച്ച മൃദുസഞ്ജീവനി മന്ത്രം നിനക്ക് ഫലിക്കാതെ പോകട്ടെ. നിരാശയും കോപവും കൊണ്ട് മനസ്സിൽ സമചിത്രം നഷ്ടപ്പെട്ട ദേവയാനി ഖജനെ ശപിച്ചു. ഖജൻ പറഞ്ഞു, നീ എൻ്റെ ഗുരുപുത്രിയാണ്. നിന്നെ വിവാഹം കഴിക്കണമെന്ന് ഗുരു എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല. ഋഷിധർമ്മം അനുസരിച്ചാണ് ഞാൻ വിവാഹാർപ്പണ നിരസിച്ചത്. അതുകൊണ്ട് നിന്റെ ശാപം എനിക്ക് ഫലിക്കുകയില്ല. ഞാൻ ഇത് പഠിപ്പിക്കുന്നവന് ഈ മന്ത്രം ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയും. ഋഷിപുത്രന്മാരിൽ ആരും തന്നെ വിവാഹം കഴിക്കുകയില്ല. ഖജൻ ഉടൻ തന്നെ ശുക്രാശ്രമം വിട്ട് ദേവലോകത്തേക്കെത്തി. മൃദുസഞ്ജീവനി മന്ത്രമായി എത്തിയ ഖജനെ ദേവന്മാർ ആഹ്ലാദത്തോട് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തു. കാലം മുന്നോട്ട് കടന്നുപോയി. ദേവയാനി അവിവാഹിതയായി തന്നെ തുടർന്നു. അവളുടെ മനസ്സിൽ ഖജനെപ്പറ്റിയുള്ള മധുരസ്മരണകൾ ഒന്നൊന്നായി കൊഴിഞ്ഞു വീണു. അവസാനം അവൾ ഖജനെ തന്നെ മറന്നു. ഒരു ദിവസം ദേവയാനിയും അസുര രാജാവായ വൃഷപർമാവിൻ്റെ പുത്രി ശർമ്മിഷ്ഠയും തോഴിമാരും കൂടി മനോഹരമായ ഒരു സരസിൽ നീന്തി കുളിക്കുകയായിരുന്നു. അവർ വസ്ത്രമെല്ലാം കരയ്ക്ക് അഴിച്ചുവിട്ടാണ് കുളിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ ഒരു വലിയ കാറ്റടിച്ചു. കരയ്ക്കിരുന്ന വസ്ത്രങ്ങൾ പറക്കാൻ തുടങ്ങി. വസ്ത്രങ്ങൾ പറന്നു നഷ്ടപ്പെടാതിരിക്കാൻ യുവതികൾ കരയ്ക്ക് കയറി. ചിന്നിച്ചുതറിയ വസ്ത്രങ്ങളിൽ ദേവയാനിയുടെ വസ്ത്രമാണ് ശർമ്മിഷ്ഠയുടെ കൈകളിൽ കിട്ടിയത്. അവൾ അതെടുത്തുകൊടുത്തു. ദേവയാനിക്ക് ശർമ്മിഷ്ഠയുടെ പ്രവൃത്തി തീരെ ഇഷ്ടപ്പെട്ടില്ല. അവൾ പറഞ്ഞു, ഹേ ശർമ്മിഷ്ഠേ, നീ എന്താണ് കാണിച്ചത്? ഗുരുപുത്രിയായ എൻ്റെ വസ്ത്രം എടുത്തത് ശരിയായോ? ഇല്ലെങ്കിലും അസുരപുത്രിയായ നീ ഇപ്രകാരം മര്യാദയോട് പ്രവർത്തിക്കൂ. ഇത് കേട്ടപ്പോൾ ശർമ്മിഷ്ഠ കോപം കൊണ്ട് വിറച്ചു. അവളുടെ അഭിമാനത്തിന് ക്ഷതം സംഭവിച്ചതായി കരുതി അവൾ ദേവയാനിയെ കണക്കിന് ശകാരിച്ചു. അവൾ പറഞ്ഞു, എൻ്റെ അച്ഛൻ ഒരു തെണ്ടിയല്ലേ? നിത്യവും എൻ്റെ അച്ഛനെ കുമ്പിടുന്ന അയാളും നീയും ജീവിക്കുന്നത് എൻ്റെ അച്ഛൻ തരുന്ന സഹായം കൊണ്ടല്ലേ? ഇരപ്പാളിയായ നീ രാജകുമാരിയായ എന്നോട് എതിർക്കുന്നു. ദേവയാനിക്ക് ഈ വാക്കുകൾ സഹിച്ചില്ല. എടി,
എൻ്റെ വസ്ത്രം തന്നെ തരാനാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് ശർമ്മിഷ്ഠ ഉടുത്തിരുന്ന വസ്ത്രത്തിൽ പിടികൂടി. രണ്ടുപേരും കൂടി പിടിയും വലിയുമായി. അവസാനം ശക്തനായ ശർമ്മിഷ്ഠ ദേവയാനെ അടുത്തുണ്ടായിരുന്ന ഒരു പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ട് മറ്റുള്ളവരോടൊത്ത് കൊട്ടാരത്തിലേക്ക് മടങ്ങി. ദേവയാനി കിണറ്റിൽ വീണ് ചത്തുപോയെന്നാണ് അവരെല്ലാം ധരിച്ചത്. ത്രിലോകങ്ങളിലും പ്രശസ്തനായിരുന്ന നകുഷ മഹാരാജാവിൻ്റെ പുത്രനായ യായതി രാജാവ് ഈ സമയം കാട്ടിൽ നായാട്ടിന് എത്തിയിട്ടുണ്ടായിരുന്നു. നായാടി ക്ഷീണിച്ച കുതിരയ്ക്ക് വെള്ളം കൊടുക്കുവാൻ ജലാശയം അന്വേഷിച്ച് നടന്ന യായാതി ഈ പൊട്ടക്കിണറ്റിന് സമീപം വന്നു നിന്നു. അവിടെ വെള്ളം ഉണ്ടെന്ന് കരുതിയാണ് അദ്ദേഹം അവിടെ പ്രതീക്ഷയിൽ കിണറ്റിലേക്ക് നോക്കിയപ്പോൾ സുന്ദരിയായ ഒരു തരുണിയാണ് കണ്ടത്. അവളെ കണ്ട് ആശ്ചര്യപ്പെട്ട യായാതി അവൾ ആരാണെന്നും അവൾ എങ്ങനെ കിണറ്റിൽ വന്നു പെട്ടെന്നും അദ്ദേഹം അവളോട് ചോദിച്ചു. ഇന്ന് ഇത്രയും പറഞ്ഞു നിർത്തുകയാണ്. ബാക്കി രണ്ടാമത്തെ എപ്പിസോഡിലൂടെ നിങ്ങളെ കഥകൾ വായിച്ച് കേൾപ്പിക്കുകയാണ്. മഹാഭാരതം എന്ന ഇതിഹാസത്തിൻ്റെ തുടക്കം മാത്രമാണിത്. ക്രമേണ കഥകളിലേക്കും മധ്യാഹ്നങ്ങളിലേക്കുമൊക്കെ കടക്കും. എല്ലാവരും ഇത് കേൾക്കാൻ ശ്രമിക്കുമോ എന്ന് പ്രതീക്ഷിച്ചു കൊള്ളുന്നു. നന്ദി, നമസ്കാരം.